എസ്പെഷ്യലി അതിൽ മമ്മൂക്ക മറ്റേ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ ഹീറോയിൻ പിന്നാലെ വരും. അപ്പോൾ തുമ്മിട്ട് തുപ്പ. അപ്പോൾ ഇങ്ങ് വാടി ഇവിടെ എന്താണ് അച്ചമ്മ പറഞ്ഞു എന്നെ പിന്നാലെ നിൽക്കാൻ. അല്ല അച്ചമ്മ പറഞ്ഞു മാപ്പ്. അച്ചമ്മ എൻ്റെ അടുത്ത് മാപ്പ് പറഞ്ഞു. എന്ത് പിണ്ണാക്കിന് തലയ്ക്ക് അസുഖം അല്ല പിന്നാലെ വരെ തലയ്ക്ക് അസുഖം ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടേ എന്ത് പറഞ്ഞാലും മമ്മൂക്ക വിട്ടുകൊടുക്കണില്ല. അപ്പോൾ ആ ഒരു പ്ലേ പോലെയൊന്നും നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇത് എഴുതുന്നതിന് മുന്നേ ഞാൻ ആ സീന് വെറുതെ എടുത്തിരുന്ന് കാണാറുണ്ടായിരുന്നു. ആസിക്കയുടെ കാര്യത്തിൽ വരികയാണെങ്കിൽ ആസിക്കയുടെ ആക്ടിങ്ങിൻ്റെ ഇതിലത്തെ ബ്രില്യൻസും എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് തോന്നുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് ഇതിലത്തെ ഓരോ സീനും എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. പ്രഷർക്ക് എങ്ങനെയാണെന്ന് അറിയുന്നത്. അതായത് ഓരോ സീനും അഭിനയിക്കുമ്പോൾ 2 പടത്തിൽ അഭിനയിക്കുന്ന എഫേർട്ട് വേണം ഓരോ സീനിലും ആസിക്ക അഭിനയിക്കാൻ. എനിക്ക് പലപ്പോഴും എനിക്ക് ഓഡിയോ ഫീഡില്ല, കൂടുതലും ഹാൻഡ് ഹെൽഡിലാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് ആ ഡയലോഗ്സ് അപ്പോൾ ശ്രദ്ധിക്കാനും പറ്റില്ല. എൻ്റെ ശ്രദ്ധ എപ്പോഴും ഇച്ചിരി പാൻ ചെയ്ത് കഴിഞ്ഞാൽ തെർമോക്കോൾ വരുമോ, മുകളിൽ ലൈറ്റ് വരുമോ. പിന്നെ നമ്മൾ ഫിക്സഡ് മാർക്ക് കൊടുത്തിട്ടല്ല ഷൂട്ട് ചെയ്യുകയും ചെയ്യുന്നത്. ഒരു പൊസിഷനും ലോക്ക്ഡ് അല്ല, ഫുൾ ഫ്രീഡമാണ് ആർട്ടിസ്റ്റിന് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ആസിക്ക അല്ലെങ്കിൽ അപർണ ഇത്ര പോലെ ഏരിയ നിങ്ങൾക്കുണ്ട്. ഞാൻ ഈ വരേണ്ട ഇതിനിടയിൽ നിങ്ങൾ എങ്ങനെ വേണമെങ്കിൽ സ്പേസ് യൂട്ടിലൈസ് ചെയ്തോ. ലൈറ്റ് ഫോക്കസ്, ഇതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ബോധർ ചെയ്യണ്ട. എനിക്ക് ഏറ്റവും സിനിമയിൽ എനിക്ക് ഏറ്റവും റെസ്പെക്റ്റ് അഡ്മിറേഷൻ ഉള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഡെസിഗ്നേഷനാണ് അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ്. അവരുടെ കോൺട്രിബ്യൂഷൻസ് എത്രത്തോളം നന്നാവുന്നോ, സിൻസിയർ ആവുന്നോ, ഡെഡിക്കേറ്റഡ് ആവുന്നോ അത്രത്തോളം സിനിമയ്ക്ക് അതിൻ്റെ ഗുണം കിട്ടും. കൂട്ടാണ്ട് ഇങ്ങനൊരു സംതിങ് ലൈക്ക് ഇങ്ങനൊരു മാനറിസം ത്രൂ ഔട്ട് പടത്തിൽ പിടിച്ചിട്ടുണ്ട്. ഇറസ്പെക്റ്റീവ് ഓഫ് ഫ്രെയിമിൽ വന്നാലും ഇല്ലെങ്കിലും. ഇതിലിപ്പോൾ എൻ്റെ പേഴ്സണൽ എക്സൈറ്റ്മെൻറ്റ് ഇപ്പോൾ ഞാൻ ഫസ്റ്റ് പടം കഴിഞ്ഞിട്ട് സംസാരിക്കുമ്പോഴാണെങ്കിലും ഇതിൽ ഈ പറഞ്ഞ എഴുത്തിലുള്ള മുറുക്കലും ഇതൊക്കെ പറയുമ്പോഴും എഴുത്തുകാരൻ സിനിമാറ്റോഗ്രാഫർ ആവുന്നു. അതായത് എഴുതുമ്പോൾ നമ്മൾ ഈ പ്രാന്തമായി എഴുതാം, ഇതിൻ്റെ ഏറ്റവും എക്സ്ട്രീമിലോട്ട് വിഷ്വൽ എഴുതി വയ്ക്കാം. വൺസ് ഇത് ഷൂട്ട് ചെയ്യുന്ന പോയിന്റിൽ ഇതെല്ലാം പേപ്പറിലുള്ള പോലെ തന്നെ വരണം. ഞാൻ എഴുതുമ്പോൾ കൺവിൻസ് ആയത് ആളുകൾ കൺവിൻസ് ആവണമെങ്കിൽ അതുപോലെ തന്നെ എടുത്ത് വെക്കണം. അവിടെ ഒരു വാശിക്കുള്ള സ്കോപ്പ് ഉണ്ട്. എന്താണ് എഴുതുന്നുള്ളത് മനസ്സിൽ കൃത്യമായിട്ടുള്ളതുകൊണ്ടും പേപ്പറിലുള്ളതുകൊണ്ടും അത് തന്നെ സാധിച്ചെടുക്കാനുള്ള വാശി അവിടെ പ്രയോഗിക്കാം. ശരിക്കും എങ്ങനെയായിരുന്നു ഈ ഒരു റൈറ്റർ സിനിമാറ്റോഗ്രാഫർ റോളിൽ ഒരു സിനിമയിൽ വർക്ക് ചെയ്യുന്നത്? ഒന്ന് വെച്ചാൽ റൈറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ ക്രൂ ആയിട്ട് ഈ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും ഡയറക്ടർ പിന്നെ ആർട്ടിസ്റ്റുകൾ എല്ലാവരായിട്ടും ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ഡിസ്കഷൻസ് നടത്തി. എല്ലാ ആർട്ടിസ്റ്റുകളുടെ അടുത്തും 1 ലൈൻ ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ല. എല്ലായിടത്തും ഫുൾ സ്ക്രിപ്റ്റ് വിത്ത് ഡയലോഗ്സ് 2.5 മണിക്കൂർ എടുത്തിട്ട് പ്രസൻറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ എന്നിട്ട് അവർക്ക് വായിക്കാനും കൊടുത്തു. അപ്പോൾ അവരുടെ സൈഡിൽ നിന്നുള്ള എല്ലാം തറവാക്കിയിട്ടാണ് അവർ വരുന്നത്. പിന്നെ നമ്മുടെ ടീം അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ടീമും എല്ലായിട്ടും കൂടി ഇരുന്നിട്ട് നമ്മളും എല്ലാവരും പരസ്പരം സംസാരിച്ച് എന്ത് വരാം, എന്ത് വന്നുകൂടാ, ഇങ്ങനെ ആയിരിക്കണം. ചിലപ്പോൾ ഷൂട്ട് നടക്കുമ്പോൾ എൻ്റെയോ ദിഞ്ചിതേട്ടൻ്റെയോ ശ്രദ്ധയിൽ ഇത് പോകും, ഇത് പെടണമെന്നില്ല, അപ്പം നിങ്ങൾ വേണം അത് നോട്ട് ചെയ്തിട്ട് പറയാം. അപ്പം ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ഞങ്ങളുടെ ആഗ്രഹങ്ങൾ മൊത്തം ഇപ്പം നിങ്ങളിലേക്ക് ഫീഡ് ചെയ്യാണ്. അപ്പോൾ ഷൂട്ടിംഗ് സമയത്ത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് എറേഴ്സ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് വന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തണം, ഒരു മടിയും വിചാരിക്കരുത് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് എല്ലാവരും ഗ്രൂം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഏറ്റവും സിനിമയിൽ എനിക്ക് ഏറ്റവും റെസ്പെക്റ്റ് അഡ്മിറേഷൻ ഉള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഡെസിഗ്നേഷനാണ് അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ്. അവരുടെ കോൺട്രിബ്യൂഷൻസ് എത്രത്തോളം നന്നാവുന്നോ, സിൻസിയർ ആവുന്നോ, ഡെഡിക്കേറ്റഡ് ആവുന്നോ അത്രത്തോളം സിനിമയ്ക്ക് അതിൻ്റെ ഗുണം കിട്ടും. കാരണം സിനിമയുടെ ഷൂട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ക്യാമറമാനോ ഡയറക്ടർക്കോ ഒന്നും എല്ലാ കാര്യങ്ങളിലേക്കും ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല. അവരെ ബോധർ ചെയ്യുന്ന മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഉത്തരവാദിത്ത ബോധമുള്ള അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് കട്ടയ്ക്ക് കൂടെ ഉണ്ടെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് വിൽ ബി ടേക്കൺ കെയർ ഓഫ്. ആർട്ട് നോക്കുന്ന AD അറിയാലോ, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ടേക്ക് കെയർ ചെയ്യാനും ഡെസിഗ്നേറ്റഡ് AD ഉണ്ടാവും. അവരാ കാര്യങ്ങൾ ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്തോളൂ. അപ്പം പടത്തിൻ്റെ റിസൾട്ടിലേക്ക് തന്നെയാണ് അതൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടും ഉണ്ടായിരുന്നു. ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അസിസ്റ്റന്റ് ഡയറക്ടർ എന്തെങ്കിലും മാറി. എനിക്ക് പലപ്പോഴും ഓഡിയോ ഫീഡില്ല, കൂടുതലും ഹാൻഡ് ഹെൽഡിലാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് ആ ഡയലോഗ്സ് അപ്പോൾ ശ്രദ്ധിക്കാനും പറ്റില്ല. എൻ്റെ ശ്രദ്ധ എപ്പോഴും ഇച്ചിരി പാൻ ചെയ്ത് കഴിഞ്ഞാൽ തെർമോക്കോൾ വരുമോ, മുകളിൽ ലൈറ്റ് വരുമോ. പിന്നെ നമ്മൾ ഫിക്സഡ് മാർക്ക് കൊടുത്തിട്ടല്ല ഷൂട്ട് ചെയ്യുകയും ചെയ്യുന്നത്. ഒരു പൊസിഷനും ലോക്ക്ഡ് അല്ല, ഫുൾ ഫ്രീഡമാണ് ആർട്ടിസ്റ്റിന് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ആസിക്ക അല്ലെങ്കിൽ അപർണ ഇത്ര പോലെ ഏരിയ നിങ്ങൾക്കുണ്ട്. ഞാൻ ഈ വരേണ്ട ഇതിനിടയിൽ നിങ്ങൾ എങ്ങനെ വേണമെങ്കിൽ സ്പേസ് യൂട്ടിലൈസ് ചെയ്തോ. ലൈറ്റ് ഫോക്കസ്, ഇതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ബോധർ ചെയ്യണ്ട, നമ്മൾക്കത് ഓപ്പറേറ്റ് ചെയ്ത് പിടിക്കാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ അവർ ഫ്രീ സ്റ്റൈലിൽ അവർ ചെയ്യണം. അപ്പോൾ നമ്മൾ ആ മൊമെൻറ്റിൽ അപ്പോൾ ഉണ്ടാകുന്ന
എന്താ അതിനൊരു വാക്ക് പറയാറുണ്ടല്ലോ, ആ മൊമെന്ററി ആണ് ആ സംഗതി. എല്ലാം ഷോട്ടുകളായാലും ഫ്രെയിം ആയാലും എല്ലാം മൊമെന്ററിയാണ്. അപ്പോൾ അത് നമുക്ക് അതൊരു റിഹേഴ്സൽസ് പോകാറുണ്ടോ? പലപ്പോഴും റിഹേഴ്സൽസ് മനഃപൂർവ്വം വേണ്ടാന്ന് വെക്കാറുണ്ട്. ആ സ്പോട്ടിൽ നടക്കുന്ന ഒരു പരിപാടിയുടെ ഒരു ഹൈ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എങ്ങടെ മൂവി എന്നൊന്നും എന്നോട് പറയണ്ടെന്ന് ഞാൻ അങ്ങോട്ട് പറയും എന്നുള്ള പറയാം. അല്ലെങ്കിൽ ആസിക്ക എൻ്റെ അടുത്ത് ചിലപ്പോൾ അങ്ങനെ ചോദിക്കുക, എടാ നീ എവിടം വരെയൊക്കെ വരുവാടാ? ഞാൻ പറഞ്ഞു, ആസിക്ക എനിക്ക് ഒരു ധാരണയൊന്നുമില്ല, ഒന്നും പ്ലാനൊന്നുമില്ല, എന്തായാലും ഈ ഏരിയയ്ക്കും ഈ ഏരിയയ്ക്ക് ഇടയിൽ ഇത്തിരി സ്പേസ് ഉണ്ട്, നിങ്ങൾ ഫ്രീ ആയിട്ട് ചെയ്തോ, ഞാൻ അക്കോർഡിംഗ്ലി നോക്കിയിട്ട് ഞാൻ മൂവ് ചെയ്തോളാം എന്നുള്ള രീതിയിൽ പറയാം. അപ്പോൾ ഈ ഓപ്പറേഷൻ്റെ ഇടയിൽ പലപ്പോഴും തെർമോക്കോളും ഫ്ലാഗും കട്ടേഴ്സൊക്കെ പിടിക്കുന്ന ആളാണ്, അഡീഷണൽ ലൈറ്റ് പിടിക്കുന്ന ആളാണ്. അപ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹൈ ഉണ്ടാക്കുന്ന മൊമെന്റ് ആണ് ആ ഷൂട്ടിംഗ് പർപ്പസ്, അല്ല ഷൂട്ടിംഗ് മൊമെന്റ്സ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ആൾക്കാർ വിജിലന്റ് ആയിട്ടിരിക്കുകയാണ് എന്താ നടക്കാൻ പോകുന്നതെന്ന് അറിയാതെ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോക്കസ് പുള്ളർ കട്ടയ്ക്ക് കൂടെ വെക്കുന്ന ആളായിരിക്കണം. സന്ദീപ് എന്ന് പറഞ്ഞൊരു ഫോക്കസ് പുള്ളറാണ്, പേര് മെൻഷൻ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ പറയുന്നത്. പലയിടത്തും പറയാറില്ല. കക്ഷി അമ്മണപ്പുള്ള തൊട്ട് എൻ്റെ കൂടെ ഉള്ള ആളാണ്. സൈദുലു ഗോൽഖണ്ഡ എന്നാണ് പുള്ളിയുടെ പേര്. ഹൈദരാബാദിൽ നിന്നുള്ള ആളാണ്, തെലുങ്ക് ഗൈയാണ്. ഞങ്ങളൊരു ഫാമിലി മെമ്പർ പോലെയാണ്, ഞങ്ങളുടെ DOP ടീമിൽ ഫാമിലി മെമ്പർ പോലെ തന്നെയാണ്. പലപ്പോഴും ഓരോ ഷോട്ട് കഴിഞ്ഞിട്ട് ആസിക്ക ഷോട്ട് കഴിഞ്ഞുടനെ ഓക്കെ ഷോട്ട് എന്ന് പറഞ്ഞുടനെ എടാ സന്ദീപേ നവിച്ചടാന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. കാരണം ആ ഒരു ആർട്ടിസ്റ്റിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആണ് ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള ഒരു ഫോക്കസ് പുള്ളർ എന്ന് പറയുന്നത്. ഇതിനും പ്രീ മാർക്കുകളൊന്നും ഇല്ലാതെ ഇവർ അത്രയും ഫ്രീഡം അവർക്ക് കിട്ടുമല്ലേ, എങ്ങനെ പോയാലും പിടിക്കുന്നുള്ള രീതിയിൽ. അപ്പം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഈ മൊമെന്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോക്കസ് പുള്ളർ, ആർട്ടിസ്റ്റുകൾ, ഇതിൻ്റെ കൂടെ ലൈറ്റ് ഓഫീസേഴ്സ് ചേട്ടന്മാർ, പിന്നെ എൻ്റെ കൂടെയുള്ള എൻ്റെ ഫ്രണ്ട്സ് അസോസിയേറ്റ്സ് ഒക്കെ ആയിട്ട് എൻ്റെ കൂടെ വെക്കുന്ന ആൾക്കാർ, ഇത്രയും ആൾക്കാർ വിജിലൻ്റാണ്. കാരണം ഈ പൊസിഷൻസ് നമ്മൾ സ്പോട്ട് ഇംപ്രവൈസേഷൻ ആകുന്ന തന്നെ ഇവർ ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ ഏരിയയിൽ ആവശ്യത്തിന് ബൗൺസ് ഉണ്ടാവില്ല. അപ്പോൾ ഇവർ ഇങ്ങനെ മൂവ് ചെയ്യുന്നു, ഞാൻ ക്യാമറ ഇങ്ങനെ മൂവ് ചെയ്യാൻ പോകുന്നു എന്ന് കാണുമ്പോൾ ഞാൻ പറയാതെ തന്നെ എൻ്റെ കൂടെയുള്ള ആള് നൈസായിട്ട് ആ ഗ്യാപ്പിൽ കൊണ്ടുപോയിട്ട് തെർമോക്കോൾ ഇങ്ങനെ പിടിച്ചിരിക്കും. അല്ലെങ്കിൽ ഒരു മൊമെന്റിലേക്ക് എത്തുമ്പോൾ നൈസായിട്ട് ഒരു സൈഡിൽ കൂടെ ഒരു ഇപ്പോൾ LED ലൈറ്റ്സ് ഉണ്ട്, MC എന്നൊക്കെ പറഞ്ഞിട്ട്, ആ LED ലൈറ്റ്സ് ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ കയറ്റി കൊണ്ടുവരും. ആ താളത്തിന് പോലും പ്രസക്തി ഉണ്ട്. കാരണം ഒരാൾ നടന്നു വരുമ്പോൾ ഒറ്റയടിക്ക് നമ്മൾ ഇവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ജമ്പ് അടിക്കുമല്ലോ വിഷ്വലിൽ. അപ്പോൾ അത് അത്രയും സെൻസിബിലിറ്റി അയാൾക്കും വേണം. അപ്പോൾ അയാൾ ഇങ്ങനെ നടന്നു വരാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുമ്പോൾ പുള്ളി എൻ്റെ ബാക്കിൽ നിന്ന് ഇങ്ങനെ പൊക്കിയിട്ട് നിങ്ങൾ കൊണ്ടുവയ്ക്കും. അപ്പോൾ ക്യാച്ച് ലൈറ്റ് ആവും, ആസിക്കയുടെ കണ്ണിലേക്ക് ക്യാച്ച് ലൈറ്റ് ഒക്കെ കാണണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഷൂട്ടിംഗ് പ്രോസസ്സ്. ഞാൻ പലപ്പോഴും പ്ലേ ബാക്ക് സമയത്തായിരുന്നു എന്താണ് പെർഫോമൻസ് എന്ന് ജഡ്ജ് ചെയ്യാൻ പറ്റാറുണ്ടായിരുന്നു. കാരണം എൻ്റെ ശ്രദ്ധ ഇതിലൊക്കെ ആയതുകൊണ്ട്. എന്നിട്ടും പറഞ്ഞു വന്ന പോയിന്റിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഇത്തരം ഘട്ടങ്ങളിൽ പോലും കൃത്യമായ ഓർമ്മപ്പെടുത്തലോടുകൂടി മിടുക്കന്മാരായിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് നമ്മുടെ അടുത്ത് വന്ന് പറയും, ബ്രോ ഇങ്ങനെ രീതിയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്, ബ്രോ നമ്മൾ അന്ന് ഇനീഷ്യൽ പ്രീ പ്രൊഡക്ഷൻ സമയത്ത് സംസാരിച്ചത് പ്രകാരം ഇങ്ങനൊരു ധ്വനിയല്ലേ നമുക്ക് ഉദ്ദേശിക്കേണ്ടിയിരുന്നത്, ഇപ്പോഴത്തെ ഒരു ക്യൂ ഇങ്ങനെയാണുള്ളത്, എന്താ വേണ്ട തിരുത്തണോ എന്നുള്ളത് ചോദിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ കറക്ഷൻസ് ചെയ്യാം. അപ്പോൾ അതാണ് എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻസ് ഉണ്ട് ബ്രോ. ഒരിക്കലും നമ്മളെ എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ. ശരിക്കും എളുപ്പപ്പണിയുണ്ടോ ഈ എഴുത്തുകാരൻ ഈ പറയുന്ന ഛായാഗ്രഹനാകുമ്പോൾ? എളുപ്പപ്പണിയുണ്ടോ? എളുപ്പപ്പണി നമ്മൾ അറിയാത്ത രീതിയിൽ എളുപ്പപ്പണി ഉണ്ടെന്ന് തോന്നുന്നു. ഒന്ന് ഇപ്പോൾ ഛായാഗ്രഹനാകുന്നുള്ള രീതിയിലല്ല, സിനിമാ സെറ്റുകളിൽ വർക്ക് ചെയ്തുള്ള പരിചയം കൊണ്ട് എഴുതുന്ന സമയത്ത് ഇതിൻ്റെ ലോജിസ്റ്റിക്കൽ ഒരു ചീഫ് അസോസിയേറ്റ് ഡയറക്ടറിൻ്റെ മൈൻഡ് ചിലപ്പോൾ ഓടും. അതായത് ചിലപ്പോൾ ചില സീനുകൾ എഴുതുമ്പോഴേ ഒരു കുഞ്ഞ് സീൻ, അതൊരു ലൊക്കേഷൻ വെക്കുമല്ലോ. ഇപ്പോൾ ഉദാഹരണം പറയുകയാണ്, ഇപ്പോൾ ഒരു ബസ് സ്റ്റോപ്പിലെ സീൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതി, നമ്മുടെ സിനിമയിൽ ബസ് സ്റ്റോപ്പില്ല, ഇമാജിനറി ആട്ടോ, ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞൊരു സീൻ എഴുതി. അപ്പോൾ ആ സീൻ ഒരു കുഞ്ഞു സീനായിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ എഴുതുമ്പോൾ നമ്മൾ ആലോചിക്കും ഇതൊരു കുഞ്ഞു സീനാണ്, ഇതുവരെയുള്ള പടത്തിൽ എവിടെയും ബസ് സ്റ്റോപ്പ് വന്നിട്ടില്ല, ഇതിന് അങ്ങോട്ടുള്ള പടത്തിൽ ഇനി ബസ് സ്റ്റോപ്പ് വരാനില്ല. അപ്പോൾ ഈ ഒരു കുഞ്ഞു സീനിന് വേണ്ടി മാത്രമായിട്ട് നമ്മളൊരു ബസ് സ്റ്റോപ്പ് ലൊക്കേഷൻ പിടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഒരു ദിവസത്തെ വർക്കിന് നഷ്ടമാണ്. അറ്റ്ലീസ്റ്റ് ഒരു ഹാഫ് ഡേ എങ്കിലും ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സീനായിട്ട് തന്നെ കാര്യമുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലഞ്ച് ബ്രേക്കിന് ബ്രേക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ഹാഫ് ഡേ മറ്റൊരു ലൊക്കേഷനിലേക്ക് അങ്ങനെ പോവാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് എന്താണ് അറ്റ്ലീസ്റ്റ് 1 or 2 തവണയെങ്കിലും വരുന്ന ലൊക്കേഷൻസ് ആയിരിക്കും സീനായിട്ട് വരിക, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഹാഫ് ഡേ എങ്കിലും വരാനുള്ള സീനുകൾ. നേരത്തെ പറഞ്ഞ ടീമിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞപ്പോൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം കൂടി ഉണ്ടെന്ന് തോന്നുന്നു. അമൃതലാലിൻ്റെ നിഴൽകൾ രവിയുടെ സീൻ പറഞ്ഞല്ലോ, ഇത് ഫസ്റ്റ് ഡ്രാഫ്റ്റ് തൊട്ടേ ഉള്ള സീനാണ്. ആക്ച്വലി ഹിന്ദിക്കാരനായിരുന്നു ആ ക്യാരക്ടർ, തമിഴല്ലായിരുന്നു. പിന്നെ കുട്ടേട്ടനാണ് പറഞ്ഞത് നല്ല സീനാണ്, അപ്പോൾ അത് കൂടുതൽ ജനങ്ങളിലേക്ക് റീച്ച് ആവാൻ തമിഴിലാക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞിട്ടാണ് തമിഴാക്കുന്നത്. അപ്പോൾ ഈ സീൻ ഷൂട്ടിൻ്റെ ഒരാഴ്ച മുന്നേ, ഷൂട്ട് തുടങ്ങാനുള്ള ഒരാഴ്ച മുന്നേ ഫൈനൽ ട്രിമ്മിങ്ങിൻ്റെ ഭാഗമായിട്ട് ഈ സീൻ ഞങ്ങൾ ഒഴിവാക്കി. ഞാൻ ഈ സീനും ഈ ക്യാരക്ടറിനെ ഞങ്ങൾ ഒഴിവാക്കി, ഈ സീൻ ഒഴിവാക്കി. ലേറ്റർ എൻഡിൽ പുള്ളി തിരിച്ചു വരുന്നു എന്നുള്ളതിന് പകരമായിട്ട് അവിടെ മേജർ രവി സാറിന്റെ ജേക്കബിനെ തിരിച്ചു കൊണ്ടുവരാന്നുള്ള ഈ സീൻ ഒഴിവാക്കി, ട്രിമ്മിങ്ങിന്റെ ഭാഗമായിട്ട് കേട്ടോ, അല്ലാതെ വേറെ ഒരു ടെക്നിക്കൽ പ്രശ്നം ഉണ്ടായിട്ടല്ല, അങ്ങനെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു.
അപ്പം എൻ്റെ കൂടെയുള്ള അഭിജിത്ത് എന്ന് പറഞ്ഞ ഇതിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ആളുണ്ട്. ജിസേട്ടൻ്റെ ഒക്കെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. ഞങ്ങൾ തമ്മിൽ പരിചയം. അപ്പോൾ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇവൻ ഇതിൻ്റെ അന്നത്തെ ഡ്രാഫ്റ്റ് വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഷൂട്ട് തുടങ്ങുന്നതിന് ഒരാഴ്ച മുന്നെയാണ് ഞാൻ ഈ ഡ്രാഫ്റ്റ് അവന് വായിക്കാൻ കൊടുക്കണം. അവനപ്പോൾ തലവൻ്റെ ഷൂട്ടിലായിരുന്നു. അപ്പോൾ അവനിത് വായിച്ചിട്ട് അവൻ്റെ ഏതാണ്ട് പേഴ്സണൽ ഒരു കണ്ടന്റിനെ ഞാൻ ഹേർട്ട് ചെയ്തു എന്നുള്ള രീതിയിൽ, ബ്രോ അതെവിടെ പോയി, അതെന്തായാലും വേണം, അതില്ലാതെ പറ്റില്ല, അത് നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കരുത് എന്ന് പറഞ്ഞിട്ട് അവൻ നിർബന്ധം പിടിച്ചിട്ടാണ് ഞാൻ സൂര്യേട്ടനെ വിളിച്ചു. സൂര്യേട്ടൻ ഇങ്ങനെ അഭിജിത്ത് അത് നിർബന്ധം പറയുന്നുണ്ട്, എന്താ വേണ്ടേ, അത് വെക്കണോ വേണ്ടയോ? ഒരു കാര്യം ഞാൻ പറയാം, ഈ സിനിമയിൽ ഇല്ലെങ്കിൽ വേറൊരു സിനിമയിൽ ഈ സീൻ ചേർക്കാൻ പറ്റില്ല, അത് ഉറപ്പാണ് എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ സൂര്യേട്ടൻ പറഞ്ഞു എന്നാൽ വെക്കാൻ പോകില്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ആ സീൻ ഉണ്ടാകുന്നത്. അപ്പോൾ അബിയുടെ ആ ഇടപെടലുണ്ടായിരുന്നെങ്കിൽ ആ സീൻ ഉണ്ടാവില്ല. ഇപ്പോൾ ഒരുപാട് പേര് കമന്റ് ചെയ്യുന്ന ഒരു സീനാണ്. ഇപ്പൊ ഈ പറഞ്ഞ ഇതിൽ ഏറ്റവും രസം വെച്ചാൽ സെക്കൻഡ് ഹാഫ് തുടങ്ങുമ്പോൾ ആളുകൾ അത്രയും ഒരു മണിക്കൂർ കണ്ടതിന്റെ എക്സ്റ്റൻഷന് പകരം എക്സ്റ്റൻഷനോട് പുതിയ എലമെന്റ്സ് കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇവർ വീണ്ടും ക്യൂരിയസ് ആവാണ്. ഇവർക്ക് ഇതിനെ മുന്നോട്ടിരുന്ന് കാണാനുള്ള ഇത് കൂടുന്നുണ്ട്. ടൈനി അങ്ങനത്തെ കുറെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. ഇപ്പൊ ഇതിലൊരു ഏറ്റവും ടെയിൽ എൻഡിലത്തെ 2 ഷോട്ടിൽ ഒരു ഷോട്ടാണ് മറ്റേ ഒരു കോഷൻ ബോർഡ് ഉണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ പിള്ള നടന്നു പോകുമ്പോൾ കണ്ടന്റ് ഞാൻ പറയുന്നില്ല, സ്പോയിലർ ആയതുകൊണ്ട്. അപ്പൊ ആ ബോർഡ് ആക്ച്വലി സ്ക്രിപ്റ്റിൽ എഴുതി വെച്ചിരുന്നത് അജയനും അപർണയും കൂടെ സുമതത്തിനെ കാണാൻ, ജഗദീഷ് ചേട്ടനെ കാണാൻ വേണ്ടി പോകുന്നൊരു സീക്വൻസ് ഉണ്ടല്ലോ, എന്താണ് ഇതിന്റെ കാര്യങ്ങള് ആ സമയത്ത് അവര് പോകുമ്പോൾ ഈ ബോർഡ് അവിടെ കുഴിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ് ഫോറസ്റ്റ് അധികൃതർ. അതിന്റെ അടുത്തായിട്ട് ജഗദീഷ് ചേട്ടൻ നിൽക്കുന്നു. അവിടെ പോയിട്ട് ജഗദീഷ് ചേട്ടനെ കാണുന്നു, ഇവർ മാറി നിന്ന് സംസാരിക്കുന്നു. ആ ബോർഡ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ള രീതിയിലായിരുന്നു. അപ്പൊ നമ്മുടെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു ബോബി സത്യശീലൻ. പുള്ളിയാണ് ചോദിച്ചത്, ബ്രോ നമുക്ക് ഈ ബോർഡ് ഇവിടെ വെക്കാണ്ട് ഏറ്റവും ടെയിൽ എൻഡിൽ കൊണ്ടുവച്ചാലോ എന്ന് തോന്നുന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ കൊള്ളാലോ. കാരണം ടെയിലൻഡിൽ എനിവേ നമ്മൾ എല്ലാവരുടെയും ആർക്കുകളെ കൺക്ലൂഡ് ചെയ്ത് വരികയാണ്. അജയനെ പറഞ്ഞ അങ്ങനെ കൺക്ലൂഡ് ചെയ്തു, അപ്പുപിള്ള ഇങ്ങനെ കൺക്ലൂഡ് ചെയ്തു, ജഗദീശനെ. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മൾ ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു വിഷയത്തിന്റെ ഫോളോ അപ്പ് എന്നുള്ള രീതിയിൽ കൊടുക്കാൻ പറ്റുന്ന എക്സാക്ട് മൊമെന്റ് ഇതാണ് എന്നുള്ളത് തോന്നി. അത് പുള്ളിയുടെ ഒരു ബ്രില്യൻ തോട്ടല്ലേ, നല്ലൊരു ഇടപെടലായിരുന്നു. ആളുകൾക്കും ഈ പറഞ്ഞ പോലെ യാത്രകൾ പോകുന്ന കാട്ടിൽ പോകുന്ന ഒക്കെ ആളുകൾക്ക് ഇതൊരു കോഷൻ ബോർഡാണല്ലോ. ഇവരിപ്പോ ഇത് ചിന്തിക്കും, ഇനി അടുത്ത തവണ ഇങ്ങനെ സ്ഥലത്ത് പോകുമ്പോൾ ഇവർ ആദ്യം ചിലപ്പോൾ ചിന്തിക്കാം, ഒരു കുറേ ചിന്തിക്കാം. ഇത് എനിക്ക് ചോദിക്കാനുള്ളത് ഇതിൽ ഈ പറഞ്ഞ പോലെ റൈറ്റർ, സിനിമാറ്റോഗ്രാഫർ, ഇതിന്റെ സെറ്റിംഗ് എന്നൊക്കെ പറയുമ്പോൾ ഈ അപ്പുപിള്ളയുടെ മുറി എന്നുള്ളത് ഭയങ്കര എന്റെ പേഴ്സണൽ ക്യൂരിയോസിറ്റിയിൽ ഒന്നായിരുന്നു. ആ മുറി ഒരുക്കുന്നത് ഇവൻ അവിടുത്തെ ഓരോ പ്രോപ്പർട്ടി അടക്കം ഇതെങ്ങനെ പ്ലേസ് ചെയ്യുന്നു. എഴുതുന്ന സമയത്ത് പക്ഷെ ഭാഗങ്ങളുടെ ഉള്ളിൽ ഇയാളുടെ മൂവ്മെന്റ്സ് കൃത്യം ഉണ്ടാവുമല്ലോ. അയാൾ കാലത്ത് വേണ്ടി ചിലപ്പോൾ പോകുന്നത് ഈ പോയിന്റിലേക്ക് ആയിരിക്കാം. അയാൾ റൂട്ടീനിൽ ജീവിക്കുന്ന മനുഷ്യനാണല്ലോ. അടുത്ത പോയിന്റ് ഇവിടെ ആയിരിക്കാം, കിടക്കുന്നതിന്റെ മുന്നേ ഈ പോയിന്റിൽ പോവായിരിക്കാം. അതുകൊണ്ട് അവിടെ നിന്ന് അനങ്ങിയാൽ ഇയാൾക്ക് അറിയാൻ പറ്റും ഈ റൂമിന്റെ ഡിസൈൻ, എഴുത്തിലുള്ള ഡിസൈൻ, വിഷ്വൽ ഡിസൈൻ, അതിൻ്റെ അകത്ത് അപ്പുപിള്ള, അപർണ, ആരെയുള്ള അവരുടെ കോറിയോഗ്രഫി, മൂവ്മെന്റിന്റെ ഇതിന്റെ പരിപാടി ശരിക്കും എങ്ങനെയാണ്? ഇതിൻ്റെ പരിപാടികൾ അതിലുണ്ടാവേണ്ടിയിരുന്ന എലമെൻറ്റുകൾ കൃത്യമായിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഡിസ്ക്രിപ്ഷൻ സൈഡിൽ, ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത്. അല്ലാതെ വിഷ്വൽ ഡിസൈൻ വൈസ് ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടില്ല, പ്ലേസ്മെൻറ്റ് ഇങ്ങനെ ആയിരിക്കും എന്നുള്ള ആലോചിച്ചിട്ടില്ല. അത് നമുക്ക് കിട്ടണം, ഇപ്പോഴേ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമ്മൾ റെക്ക് ചെയ്യും, പിന്നെ അത് കിട്ടില്ല, നമ്മൾ ഒരിക്കലും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കിട്ടാതിരിക്കുന്നൊരു സാധനം ഇത് ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ട് പോകുന്നത് എപ്പോഴും അപകടം. അപ്പോൾ നമ്മൾ പോയിട്ട് അവിടെ ചെന്നിട്ട് എന്താ കിട്ടാൻ നോക്കാം, അവിടുത്തെ സാധ്യതകൾക്കനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാം എന്നുള്ള ഓപ്പൺ മൈൻഡിലാണ് പോയത്. പിന്നെ അപ്പോഴത്തേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ആ ഡയറക്ടർ ഉണ്ട്, നമ്മുടെ ക്രൂ എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂട്ടമായിട്ടുള്ള ഡിസ്കഷനിലൂടെ നമ്മളതിൻ്റെ ഇങ്ങനെ പ്രോപ്പർ വയ്ക്കാം. ആ ഡയറക്ടറാണ് ഇപ്പോൾ പറഞ്ഞ ഒരു സോ കോൾഡ് പ്രോപ്പർട്ടി ഉണ്ടല്ലോ, ആദ്യം സിനിമയുടെ തുടങ്ങുന്ന അതിൻ്റെ പ്ലേസ്മെന്റ് ആ ഡയറക്ടർ സജീഷ് താമരശ്ശേരി, സജീഷ് ചേട്ടൻ്റെ അല്ല, ഒരു പ്ലേസ് ഹോൾഡർ ആയിട്ട് ഞാൻ ചുമ്മാ റെഫറൻസിന് എന്തോ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് എവിടെയായിരുന്നു എനിക്ക് ഓർമ്മയില്ല. ഇന്നൊരു സ്ഥലത്ത് പെട്ടെന്ന് ആരുടെയും എത്താത്ത ബെഡ്റൂമിലെ തന്നെയുള്ള ഒരു സ്ഥലത്ത് ഇതുണ്ടായിരുന്നു. അപ്പോൾ അപർണ പലതും ചെക്ക് ചെയ്യുന്ന എടുത്ത് എന്നുള്ള രീതിയിൽ ചുമ്മാ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു വാവ്, ഭയങ്കര വാവ് അല്ലെങ്കിലും കുറച്ച് സെൻസിബിൾ ആയിരിക്കണം അത് എവിടെ വെക്കുന്നു എന്നുള്ളത്. അപ്പോൾ അത് അവസാനം സജീഷ് ചേട്ടൻ പറഞ്ഞുകൊണ്ടിരുന്ന ഐഡിയ ആയിരുന്നു, നമുക്ക് ഇങ്ങനെ ചെയ്താലോ, ഇങ്ങനൊരു പരിപാടി എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് പുള്ളിയുടെ കോൺട്രിബ്യൂഷനാണ്. പിന്നെ റൂമിന്റെ എസ്തെറ്റിക്കൽ ഡിസൈൻ വൈസ് നമ്മൾ വെച്ചാൽ ഒരിക്കലും ഡാർക്ക് ആവരുത് എന്നുള്ള രീതിയിൽ. പൊതുവേ ഈ പറഞ്ഞ ത്രില്ലർ ഉള്ള ഒരു ടെംപ്ലേറ്റിൽ ഈ ഡാർക്കില് ഒന്നാമതെ ചിലപ്പോൾ എഴുത്തിൽ ഭയങ്കര ഡാർക്കായി കഥ, വിഷ്ണുവിനോട് ഡാർക്കായി കഴിയുമ്പോൾ അതിൽ ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസ്റ്റൻസ് എപ്പോഴും കിട്ടാറുണ്ട്. ഈ പറഞ്ഞ നേരത്തെ മ്യൂസിക്കിന്റെ കാര്യത്തിൽ പറഞ്ഞ കോൺട്രാസ്റ്റ് തന്നെയാണ് വർക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. ത്രില്ലർ പടമാണെങ്കിൽ ഇങ്ങനൊരു ടോണിൽ വേണം പോകാൻ എന്നുള്ളത് ഒരു നിർബന്ധമായിട്ട്
കരുതി പോരുന്നുണ്ടെങ്കിൽ എന്നാൽ പിന്നെ അത് ചെയ്യണ്ട, വേറെ എന്തെങ്കിലും ചെയ്യാം എന്നുള്ള രീതിയിൽ അപ്പൂപ്പള്ളയുടെ റൂമിൽ ഭയങ്കര ഒരു ഫീൽ ഗുഡ് പടത്തിനൊക്കെ നമ്മൾ കൊടുക്കുന്ന കളർ പാറ്റേണിലുള്ള ഒരു പെയിലെല്ലോ പേസ്റ്റലെല്ലോ പെയിന്റ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. കുറച്ച് റസ്റ്റിക് ടെക്സ്ചറൊക്കെ കൊടുത്തിട്ട് ജനലുകൾക്ക് കുറേ സ്ഥലത്ത് വൈറ്റ് പെയിന്റ് അടിച്ചു. അതൊക്കെ പർപ്പസ്ഫുൾ ആയിട്ട് തന്നെ ചെയ്തതാണ്, ഇതിനെ ബ്രൈറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, വിഷ്വലിനെ ബ്രൈറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ തന്നെ അങ്ങനെയുള്ള കുറച്ച് എസ്തെറ്റിക്കൽ ചോയ്സുകൾ ഉണ്ടായിരുന്നു. ഈ നേരത്തെ ലൈറ്റ് ചെയ്യുന്നത് പറഞ്ഞപ്പോഴേ എനിക്ക് ഇഷ്ടപ്പെട്ട ഷോട്ട്, അതിൻ്റെ അവരുടെ ഈ പറഞ്ഞ ബ്ലോക്കിങ്ങിലും ഇവരുടെ മൂവ്മെന്റിലും ലൈറ്റിങ്ങിലും ഇഷ്ടപ്പെട്ട ഒരു നൈറ്റ് സീക്വൻസിൽ ബാൽക്കണിയിൽ ആസി നിൽക്കുന്നുണ്ട്, ഈ എക്സ്ട്രീമിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ ഫേസിലോട്ട് ലൈറ്റ് ഉണ്ട് മുകളിൽ നിന്ന്. അപ്പർണ വന്നിട്ട് കിടക്കാം എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഷോട്ട്. അപ്പർണ അവിടുന്ന് എക്സിറ്റ് പോയിന്റിൽ നിന്ന് ഫുൾ എൻട്രി കൊടുക്കുന്നില്ല, പകുതി കട്ടാണ് ഷാഡോയില്. ലൈറ്റ് പ്ലേസ്മെന്റ് ഉണ്ട്, അതെനിക്ക് ഭയങ്കര രസമായി തോന്നി. കാരണം ആസിഡയിലുള്ള ഫേസിൽ കൊടുത്തേക്കുന്ന ഓൾമോസ്റ്റ് സിമിലർ ലൈറ്റിന് അവിടെ അപർണയ്ക്കും വെച്ചിട്ടുണ്ട്, എന്നാൽ അപർണയെ ഫുൾ ലൈറ്റിലോട്ട് റിവീൽ ചെയ്യുന്നില്ല. അങ്ങനത്തെ പരിപാടികൾ ഓൾറെഡി വീടിന്റെ മൂഡ്, വീടിന്റെ ലൈറ്റ്, അതിലോട്ട് ഈ പറഞ്ഞ ഗിമ്മിക്കൽ പരിപാടികളെ കൂടെ ബ്ലെൻഡ് ചെയ്യാൻ നോക്കുന്നത്, അത് ശരിക്കും നിങ്ങൾക്കൊരു ഈ പ്രീ പ്ലാനിൽ ഇല്ലാത്ത കാര്യങ്ങളായിരിക്കില്ലേ? സത്യം. ഇതില് സിനിമാറ്റോഗ്രഫി അല്ലെങ്കിൽ ലൈറ്റപ്പ് സൈഡിൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം കൂടുതലും ഷൂട്ട് സമയത്ത് ഉണ്ടായിരുന്ന അപ്പത്തെ തീരുമാനങ്ങൾ അനുസരിച്ച് ചെയ്തതാണ്. കാരണം ഷൂട്ടിന് മുന്നേ വരെയും എനിക്ക് ഈ സ്ക്രിപ്റ്റ് ടൈറ്റ് ചെയ്യുന്ന എഴുത്തുകാരുടെ റോള്, സ്ക്രിപ്റ്റ് ടൈറ്റ് ചെയ്യുന്ന പരിപാടികളിൽ അതിൻ്റെ പരിപാടിയാണ്. സാധാരണ ഏതെങ്കിലും ഒരു സിനിമ ചെയ്യുമ്പോൾ കുറച്ച് ഹോംവർക്കുകൾ, റെഫറൻസുകളൊക്കെ എടുക്കാൻ ശ്രമിക്കാറുണ്ട്. ഈ പടത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാമെന്നുണ്ട്, സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെക്കുക. എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ്, എല്ലാവരും ചെയ്യുന്ന ആളുണ്ടല്ലോ. അപ്പോൾ ഞാനും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇതിന് എനിക്ക് അതിന് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒത്തിരി ലോജിസ്റ്റിക്കൽ കാര്യങ്ങൾ, മഴ വരുന്നു, ഒരുപാട് എന്താണ് ഇത് നടപടിയാവുമോ, തുടങ്ങാൻ പറ്റുമോ ഇല്ലയോ എന്ന് പറയുന്ന സ്റ്റേജുകൾ പോലും ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് ഒരിക്കലും ഇതിലേക്ക് ഇരിക്കാനേ പറ്റില്ല. ഇത് ഷൂട്ട് സമയത്താണ് നമ്മൾ ഇതിലത്തെ ലൈറ്റപ്പ് സൈഡിലുള്ള സിനിമാറ്റോഗ്രഫി സൈഡിലുള്ള എല്ലാ തീരുമാനങ്ങളും അപ്പം തോന്നുന്നതിനനുസരിച്ചാണ് എടുത്തിരുന്നത്. ഓൺലി തിങ് ഈ പറഞ്ഞ പോലെ ഓവർ ഡാർക്ക് ആവരുത്, ടിപ്പിക്കൽ ത്രില്ലർ ടെംപ്ലേറ്റ് പരിപാടികൾ അധികം വരാൻ നോക്കരുത്. ഡ്രാമ വേണം, എല്ലാം നമുക്ക് ബ്രൈറ്റ് ആയിട്ട് ഫ്ലാറ്റ് ആയിട്ട് ലിറ്റപ്പ് ചെയ്യാൻ പറ്റില്ല. ഡ്രാമ ഉണ്ടാവേണ്ട സ്ഥലത്ത് ഡ്രാമകൾ ഉണ്ടാവണം, അത്രമാത്രം ആലോചിച്ചിട്ടുണ്ടായിരുന്നു. ഈ എഴുത്തിലെ വ്യൂവേഴ്സ് പേഴ്സണൽ ഹൈ എന്ന് പറയുന്നത് ഈ പറയുന്ന ടെയിൽ ഓഫ് 3 വൈസ് മങ്കീസ് ആണ്. അവരൊപ്പം തന്നെ വീടും ഒരു ക്യാരക്ടറാണല്ലോ. വീട്ടിലെ ഈ 2 സ്റ്റെയർ കേസ്, ഇതിന്റെ നമുക്ക് ഇപ്പോഴറിയില്ല ഈ വീടിന്റെ വലിപ്പം എന്താന്നുള്ളത്. അതിനകത്ത് എന്തല്ലേന്ന് ഈ നേരത്തെ പറഞ്ഞ ക്യൂരിയോസിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതില് വീട് നമുക്ക് ഫുള്ളി റിവീൽഡ് അല്ല. വീടിന്റെ പല പല പീസുകളിലാണ് നമ്മൾ ഇവരുടെ ആക്ടുകളെല്ലാം കാണുന്നത്. നമ്മളിപ്പോഴും ക്യൂരിയസ് ആവും, പക്ഷെ ആ വീട്ടിൽ എന്തായിരിക്കും, നമ്മളറിയത്ത് എന്തെങ്കിലും ഉണ്ടാവോ, ഈ പറഞ്ഞ പെർട്ടിക്കുലർ ഇൻസിഡന്റിന്റെ ബാക്കി പത്രം ആ വീട്ടിലാണ്. നമ്മൾ ഭയങ്കര ക്യൂരിയസ് ആണ് വീണ്ടും ചിന്തിക്കുമ്പോൾ ഉള്ളത്. വീടിനൊരു ക്യാരക്ടർ ആക്കുന്നത് അതിന്റെ എഴുത്ത് ശരിക്കും എങ്ങനെയാണ്? പർപ്പസ്ഫുൾ ആയിരുന്നു. ഈ പറഞ്ഞ വീടിന്റെ ഡീറ്റെയിലിങ്ങുകൾ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ആൾക്കാർ കാണരുത് എന്നുള്ളത്. അതായത് വീടിൻ്റെ ടോപ്പോഗ്രഫി അല്ലെങ്കിൽ ഫ്ലോർ പ്ലാൻ ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമുക്കിത് പ്രസൻറ്റ് ചെയ്യേ വേണ്ട. അങ്ങനെ പർപ്പസ്ഫുള്ളായിട്ട് സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു മാസ്റ്റർ ഷോട്ട് അല്ലെങ്കിൽ വൈഡ് ഷോട്ട് ഇങ്ങനെ മനസ്സിലാവുന്ന രീതിയിലൊന്നും വേണ്ട, അതും ആംബിഗ്യസ് ആയിട്ട് കിടന്നോട്ടെ എന്നുള്ളൊരു പരിപാടി. അപ്പോൾ ആൾക്കാർ അവരവരുടെ മനസ്സിൽ ആ വീടുകളുടെ പ്ലാൻ അവരവരുടെ മനസ്സിലുണ്ടായിക്കോളും. അതിൻ്റെ ഏരിയാസ് ഇങ്ങനെ ചിലപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കണക്ഷൻ ഉണ്ടാവുമായിരിക്കും എന്നുള്ള രീതിയിൽ. അതും ഈ പറഞ്ഞൊരു ഫുഡ് ഫോർ തോട്ട് പരിപാടികളാണല്ലോ ഒരു രീതിയിൽ. അപ്പോൾ പിന്നെ ഇപ്പോൾ ആ വീട്ടിൽ നമ്മൾ ഒത്തിരി ഇൻറ്റീരിയറിൽ ഒത്തിരി ആർട്ട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഷേപ്പും ഡയറക്ഷൻസും ഒക്കെ മാറ്റിയിട്ടുണ്ട്. ജനലുകളിൽ തിണ്ണകൾ ഇല്ലാത്ത സ്ഥലത്താണ് നമ്മളതൊക്കെ കൊണ്ടുവച്ചിരിക്കുന്നത്. പല സ്ഥലത്തും ഡോറുകൾ ഇല്ലാത്ത സ്ഥലത്തുണ്ട്, പല സ്ഥലത്തും ഡോറുകൾ ഉള്ള സ്ഥലത്ത് നമ്മൾ ചുമരിട്ട് മുട്ടിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഈ പറഞ്ഞൊരു പ്ലേക്ക് വേണ്ടിയിട്ടാണ്, വിഷ്വൽ പർപ്പസിനല്ല, ക്യാരക്ടർ പ്ലേകൾക്ക് ഒരു വേറെ രീതിയിലുള്ള ബ്ലോക്കിങ് കിട്ടാൻ വേണ്ടി ചെയ്തിരുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇന്ന് ഒരു പക്ഷേ ഈ വെള്ളിനേഴി മന ഒളപ്പമണ്ണ മനയിലാണ് ഷൂട്ട് ചെയ്തെന്ന് പറഞ്ഞത്. നിങ്ങൾ ഇന്ന് പോയി നോക്കിക്കോ, ഈ സിനിമയിൽ അവിടെയാണ് അത് ഷൂട്ട് ചെയ്തതെന്ന് തോന്നുന്നു. അതിന് ഇന്റീരിയർ ഞാൻ പറയണം കേട്ടോ. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അതിനകത്തില്ല. വേറൊരു ട്രിവിയയും കൂടെ വേണമെങ്കിൽ പറയാം. നമ്മുടെ ഡൈനിങ് റൂമിലത്തെ ആ സ്റ്റെയർ കേസ് ഉണ്ടല്ലോ, അത് ഇതിലത്തെ ഒരു സിഗ്നേച്ചർ സ്റ്റെയർ കേസാണ്. അപ്പോൾ പിള്ളേ എപ്പോഴും കയറി പോകുന്നു ഇറങ്ങി വരുന്നത്. ആ സ്റ്റെയർ കേസ് എന്റാണ്. അത് ശരിക്കുള്ള സ്റ്റെയർ കേസ് അല്ല, നമ്മളുണ്ടാക്കിയ സെറ്റാണ്. അത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയില്ല, അത് അവിടെ ചെന്നിട്ടുള്ള ഓടിലേക്ക് മുട്ടി നിൽക്കുകയാണ്. അപ്പൊ കുട്ടേട്ടൻ നടന്നു പോയിട്ട് അവിടെ ചെന്ന് കുനിഞ്ഞു നിൽക്കുകയാണ്. അല്ല, ആ ഷോട്ടിലാണെങ്കിൽ കുറച്ച് ഹോൾഡ് ചെയ്യുന്ന ഷോട്ടാണല്ലോ. പുള്ളി ഇവിടെ നടന്ന് കയറി ഈ വളവും കയറി നടക്കുന്നുണ്ട്. അതെ അതെ, കാരണം ആ വീടിനുണ്ടായിരുന്ന ആക്ച്വൽ സ്റ്റെയർ കേസും അത് ഈ പടത്തിൽ വേറെ സ്ഥലത്ത് കാണിക്കണ്ടേ. ചെറിയ മണിയനെ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് അതാണ് അവിടുത്തെ ആക്ച്വൽ സ്റ്റെയർ കേസ്. പക്ഷേ നമ്മുടെ മെജോറിറ്റി ഓഫ് ദ പ്ലേകൾക്ക് ആ ഏരിയയിൽ വെച്ച് നമുക്ക് കളിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ ഈ സ്പേസിൽ ഒരു അഡീഷണൽ സ്റ്റെയർ കേസ് പണിയാം. അത് അന്ന് ആ വീടിന്റെ
റെസ്റ്റ് ഓഫ് ദ ടെക്സ്റ്റേഴ്സുമായിട്ട് ഭയങ്കര ജെല്ലായിട്ട് നിൽക്കുകയും വേണം. അപ്പോൾ അത് അതിൻ്റെ ആർട്ട് ഡയറക്ടർ സജീഷ് ചേട്ടൻ പുള്ളിയുടെ ടീമിൻ്റെ ഒരു ഫൈൻ ട്യൂൺഡ് വർക്കിൻ്റെ ഒരു റിസൾട്ടാണ് അത് അത്രയും ജെല്ലായിട്ട് വന്നു എന്നുള്ളത്. ഇതിൽ ഈ എഴുത്തിലെ ഇപ്പൊ ഇതിന്റെ ഒരു ലീഗൽ പ്രൊസീഡിങ്സ് ഉണ്ട് ഒരു പോയിന്റില്, ഫോറസ്റ്റ്, പോലീസ്, ഇതിന്റെ എല്ലാം ഒരുപക്ഷെ ബാഹുൽ അതിൽ യൂസ്ഡ് ആയിട്ടുള്ള ആളാവണമെന്നില്ല. അതൊരു എക്സ്ട്രാ സ്റ്റഡി റിസർച്ച് അതെങ്ങനെയാണെന്ന് ചെറിയ ഇങ്ങനൊരു ഇൻസിഡന്റ് ഉണ്ടായി ഒന്ന് ഇച്ചിരി സേഫ് ആയിട്ട് കളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഭയങ്കരമായ ടെക്നിക്കൽ എറേഴ്സ് വരാൻ സാധ്യത ഉണ്ട് എന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ നമ്മൾ മിനിമലായിട്ട് ഡയലോഗുകൾ പറയും. അപ്പോൾ കുറച്ച് മിനിമലായിട്ട് പോകുമ്പോൾ ചിലപ്പോൾ ഒതൻറ്റിസിറ്റി കൂടുകയും ചെയ്യും. പിന്നെ ഈ പറഞ്ഞൊരു ഡയലോഗ്സിൽ ശ്രദ്ധിച്ച വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ക്യാരക്ടേഴ്സ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ 2 ഒഫീഷ്യൽസ് തമ്മിൽ സംസാരിക്കുമ്പോൾ അവർക്ക് തമ്മിൽ മനസ്സിലാവുന്ന രീതിയിൽ സംസാരിച്ചാൽ മതി. അത് പ്രേക്ഷകന് മനസ്സിലാവുന്ന രീതിയിൽ വലിയ പാരഗ്രാഫ് ഇട്ട് സംസാരിച്ച് എക്സ്പ്ലിസിറ്റ് ആകണം. അല്ലെ, സ്ഥിരം ഇടപഴകുന്ന ആൾക്കാർക്ക് 2-3 വാക്കുകളിൽ പറഞ്ഞാൽ തന്നെ മറ്റാൾക്കാർ അത് റെസണേറ്റ് ചെയ്യാനും റെസ്പോണ്ട് ചെയ്യാനും പറ്റും. അപ്പോൾ ആ ഒരു അപ്രോച്ച് തന്നെയായിരുന്നു, മിനിമൽ ആക്കി പോവുക എന്നുള്ളൊരു പരിപാടി ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എഴുത്തിൻ്റെ സമയത്ത് റിസർച്ച് ഒന്നും ചെയ്തില്ല, ഇത് തോന്നിയ പോലെയൊക്കെ എഴുതി വെച്ചതിന് ശേഷം നമ്മൾ പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിൽ നമ്മൾ അഫ്നാസ് എന്ന് പറഞ്ഞ നമ്മളതിൽ വേറൊരു അഫ്നാസ്, റെജിൽ, ബിനോഷ്, അച്ചുമണി, ശരൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ADs ഉണ്ട്. ഈ ടീമിനെ, ഈ പടയാളികളെ നമ്മളങ്ങനെ രംഗത്തിറക്കിയിട്ട് ഇതിൽ ഫോറൻസിക് ഉണ്ട്, ഫോറസ്റ്റ് ഉണ്ട്, തണ്ടർബോൾട്ട് ഉണ്ട്. ഈ നമ്മൾ ഓൾറെഡി സ്ക്രിപ്റ്റിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളിൽ ഏതൊക്കെയാണ് ബോംബുകൾ, അത് നിങ്ങൾ നേരിട്ട് ആരെയാണെന്ന് വെച്ചാൽ മീറ്റ് ചെയ്യുക, കണ്ടുപിടിക്കുക, എന്നിട്ട് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അവരുടെ അടുത്ത് നിന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ട് വരിക, നമുക്കതിൽ തിരുത്താം എന്ന് പറഞ്ഞിട്ട് അവർ പോയിട്ട് ഡീറ്റെയിൽ ആയിട്ട് അവരാണ് റിസർച്ച് ചെയ്തത്. എന്നിട്ട് അവർ റിസർച്ച് ചെയ്തതിന് വന്നിട്ട് കുറേ അതിനനുസരിച്ചുള്ള ചെറിയ മാറ്റങ്ങൾ ഡയലോഗ്സിൽ ഒതൻറ്റിസിറ്റിക്ക് വേണ്ടിയിട്ട് വരുത്തി. അതിൽ അവരുടെയും കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. ഈ ഡയലോഗ്സ് പറയുമ്പോൾ എനിക്ക് ഈ പടത്തിലെ എഴുത്തിൽ ഏറ്റവും ബ്രില്യൻസ് ഫീൽ ചെയ്തിട്ടുള്ള ഡയലോഗ്സിലാണ്. കാരണം ഇതിൽ ഒരു തരത്തിലും ഫോഴ്സ്ഡ് ആവുന്നില്ല. ഈ പറയുന്ന അപർണ വ്യൂവർ ആണല്ലോ, നമ്മുടെ സൈഡിലാണ് അപർണ ഫസ്റ്റ് വാച്ചില്. അപർണ വീട്ടിൽ വരുമ്പോൾ നമ്മളെ പോലെ തന്നെ പലതും അറിയത്തില്ല, അവിടെ എന്നാ നടക്കണമെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഒരുപക്ഷെ വേണേ ആസിക്ക് പിടിച്ചിരുത്തി സംസാരിക്കാം, പക്ഷെ ഇത് പല പോയിന്റിലെ ഹിന്റുകളായിട്ടാണല്ലോ ഇത് ഡെലിവറി ചെയ്യുന്നത്. ഇപ്പൊ കുട്ടേട്ടനെ പറ്റിയിട്ടുള്ളതാവട്ടെ, ആസിയെ പറ്റിയിട്ടുള്ളതാവട്ടെ, ഒരു ഓർഗാനിക് ഫ്ലോ ഉണ്ട്. ഇത്ര ഡയലോഗിലാണ് ഇത്രയും വലിയ കാര്യങ്ങൾ പറഞ്ഞു തീർക്കുന്നത്. ഈ ഡയലോഗ് റൈറ്റിംഗ് ഓവർ ഡ്രാമ കയറാൻ പാടില്ല, ഓവർ ഫീഡിങ് കയറാൻ പാടില്ല. ഓവർ ഫീഡിങ് കഴിഞ്ഞാൽ ആൾക്കാർ പിന്നെ പ്രൊഡിക്റ്റബിലിറ്റി വെച്ച് തന്നെയായിരിക്കും ഇതിനെ അപ്രോച്ച് ചെയ്യാൻ പോകുന്നത്. ഏറ്റവും ഷോർട്ട് ആക്കിയിട്ട് ആളുകളുടെ ക്യൂരിയോസിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഇവരെ ഈ സീറ്റഡ്ജിൽ ഇരുത്തുക എന്നുള്ളത് ഡയലോഗ് ശരിക്കും എങ്ങനെയാണ് അതിൽ ഒരുപാട് തലപോയിക്കലാണോ, നേരത്തെ പറഞ്ഞ പോലെ ഓർഗാനിക് എഴുത്തിൽ തന്നെ വന്നു പോകുന്നതാണോ? ഓർഗാനിക് എഴുത്തിൽ തന്നെ വന്നു പോകുന്നതാണ്. കോൺഷ്യസ് ആയിട്ടുള്ള ഡിസിഷൻ ഒന്നും ഈ സ്പൂൺ ഫീഡിങ് പരിപാടികൾ പറ്റാവുന്നിടത്തോളം അത്യാവശ്യം വേണ്ട സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ ചെയ്തിട്ടുണ്ടാവും കേട്ടോ, ഇല്ലയെന്ന് പറയുന്നില്ല, ചെയ്തിട്ടുണ്ടാവും. പക്ഷെ പരമാവധി പറ്റുന്നതും സ്പൂൺ ഫീഡിങ് കുറയ്ക്കണം എന്നുള്ള രീതിയിലുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞൊരു വേറൊരു സിനിമയിൽ നമ്മൾ ഒരു ഡയലോഗിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ ഒരു സ്ട്രക്ചർ ഫോളോ ചെയ്യണ്ട, നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും ഒറിജിനൽ സ്ട്രക്ചർ ഫോളോ ചെയ്യാം. വാക്കുകളുടെ ഓർഡർ വൈസ് ആണ് ഞാൻ പറയണത്. എന്തെങ്കിലും അങ്ങനെ പറ്റുവാണെങ്കിൽ സിൻടാക്സ് എന്ന് പറയുന്ന കാര്യമുണ്ട്. അപ്പോൾ ആ സിൻടാക്സ് നമ്മുടെ ഒരു ഒറിജിനൽ സിൻടാക്സിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് ചെയ്തത്. പിന്നെ ഈ പറഞ്ഞ പോലെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഓഫീസ് ജോബ് അടിസ്ഥാനത്തിൽ 5 to 10 to 5 ബേസിസിലാണ് എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന റുട്ടീൻ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, രാവിലെ 9 മണിക്ക് റൂമിൽ കയറിയിട്ട് പരിണാമം, MP നാരായണപിള്ളയുടെ പരിണാമം എന്ന് പറഞ്ഞ നോവല് ഫോർ എവർ എനിക്ക് ബൈബിളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നോവലത്. അതും പിന്നെ NM പിള്ള സാറിൻ്റെ ഞാൻ എന്ന് പറയുന്ന ആത്മകഥ, പിന്നെ GR ഇന്ദുഗോപൻ്റെ ഏതെങ്കിലും കഥകൾ ഉണ്ടെങ്കിൽ അത്. അപ്പോൾ കൂടുതലും പരിണാമവും ഞാനും ആയിരിക്കും. ഇത് നിർബന്ധമായിട്ടും രാവിലെ 9 to 10 അതിൻ്റെ അകത്തൊരു 10-15 പേജ് വെറും റാൻഡം ഓർഡറിൽ കഥ അറിയാനോ ഒന്നുമല്ല, ഒരു വൊക്കാബുലറിയുടെ ഒരു ഫ്ലോവിന് വേണ്ടിയിട്ട് മാത്രം, വാക്കുകൾ കിട്ടാൻ വേണ്ടി മാത്രം, അല്ലാതെ വേറെ ഒന്നും റെഫറൻസ് അതിൽ നിന്നൊന്നും എടുക്കാനില്ല. അപ്പോൾ അതാണ് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ വാക്കുകൾ കിട്ടാതെ സ്റ്റക്കായി നിന്ന് പോകേണ്ടി വെച്ചോ, അതിനെന്തായിരുന്നു പറയാം, നല്ലൊരു വിശേഷണം വേണമല്ലോ എന്നുള്ള രീതിയിലുള്ള ഒരു ഇൻകൺവീനിയൻസ് ഇൻ ബിറ്റ്വീൻ വരാണ്ടിരിക്കാൻ ഫ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് ഈ 1 hour വായന നടത്താറുണ്ട്. ആ 1 hour വായനയ്ക്ക് ശേഷമാണ് ടൈപ്പ് ചെയ്യാറ്. അപ്പോൾ ഈ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിലേക്ക് അതുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവുമായിരിക്കാം, വായിച്ചപ്പോൾ കിട്ടിയതിൻ്റെ ഒരു ഫ്ലോ. പിന്നെ GR ഇന്ദുഗോപൻ്റെ എഴുത്തുകളിൽ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നാറുള്ള കാര്യമാണ്, പുള്ളിയും എല്ലാം ഒത്തിരി ഡീറ്റെയിലിങ്ങോട് കൂടിയിട്ട് എല്ലാം കൂടെ പറയില്ല, കുറേ കാര്യങ്ങൾ അബ്സ്ട്രാക്റ്റ് ആയിട്ട് വെക്കും.
അപ്പം നമുക്ക് ചിന്തിക്കാനുള്ള സ്പേസ് വോയിഡ് കൃത്യമായിട്ടുണ്ടാവും. അപ്പം അതിന് കൂടുതൽ ഡെപ്ത് ഉണ്ടാക്കുകയും ചെയ്യും. പറയാതിരിക്കുന്ന കാര്യങ്ങൾക്ക് നമുക്ക് ആലോചിക്കാൻ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഡെപ്ത് ഉണ്ടാക്കുമല്ലോ. അപ്പോൾ അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരുന്നു. ഈ ക്യാരക്ടർ റൈറ്റിംഗ് ഭയങ്കര പ്രധാനപ്പെട്ടതാണല്ലോ. അതായത് ഈ 3 ക്യാരക്ടേഴ്സ് എത്രമാത്രം വൃത്തിക്ക് തന്നെ, ഞാൻ ആ ടേം ഉപയോഗിക്കുക, എത്രമാത്രം വൃത്തിക്ക് അതിനെ എഴുതി വെക്കുന്നു അത്രമാത്രം കാണുന്നവർക്ക് ഇത് കമ്മ്യൂണിക്കേറ്റ് ആവുന്നുണ്ട്. ഇവർ ഈ പറഞ്ഞ നീറ്റ് റൈറ്റിങ്ങിന്റെ പോസിബിലിറ്റി വെച്ച് കഴിഞ്ഞാൽ ഇവരെപ്പോൾ വേണമെങ്കിലും മാറാം, ആളുകൾക്ക് പിടികൊടുക്കാനും പാടില്ല. ഇതിന്റെ ഈ ക്യാരക്ടർ റൈറ്റിങ്ങിന് അത്രയും ഡീറ്റെയിൽസ് ആവശ്യമുണ്ടായിരുന്നു. അപ്പൂപ്പിള്ള, പുള്ളിയുടെ ക്യാരക്ടറിസ്റ്റിക്സ്, അജയന്റെ പേഴ്സണൽ ഇമോഷണൽ ബാഗേജ്, വെയിറ്റേജ് കാര്യങ്ങള്, അപർണയുടെ ഈ പറഞ്ഞ ക്യൂരിയസ് ഇൻവെസ്റ്റിഗേറ്റീവ്, അവരുടെ ഈ പ്ലാൻ കാര്യങ്ങളൊക്കെ ഈ 3 സ്വഭാവമുള്ള ക്യാരക്ടേഴ്സിനെ ഒരു വീട്ടിൽ ലോക്ക് ചെയ്യണം. സിനിമയുടെ ഒരു ബഹുഭൂരിപക്ഷ ഭാഗം പോകുന്നത് ഈ 3 പേരിലൂടെ മാത്രമാണ്. ക്യാരക്ടർ റൈറ്റിംഗ് അതിലെ ഫ്ലോസ് വരുന്ന സമയങ്ങളിൽ അതിനെ ഓവർലാപ്പ് ചെയ്യുന്നത്, അത് ശരിക്കും എങ്ങനെയായിരുന്നു? സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇതൊന്നും കോൺഷ്യസ്ലി ചെയ്തിട്ടില്ല ക്യാരക്ടർ റൈറ്റർ. സാധാരണ അങ്ങനെ പറയാറുണ്ടല്ലോ, നമ്മൾ എല്ലാ ക്യാരക്ടേഴ്സിനും സിനിമയിൽ ഇല്ലെങ്കിൽ പോലും ഒരു ഡീറ്റെയിൽഡ് ബയോഗ്രഫി ആൻഡ് ബാക്ക് സ്റ്റോറി എഴുതി വെക്കണം എന്ന് പറയുന്ന ഒരു പരിപാടി. ആ പരിപാടി ഒന്നും ചെയ്തിട്ടില്ല. ഈ സിനിമയിൽ പറയുന്ന അത്രയും കാര്യങ്ങൾ തന്നെ എനിക്കും അറിയുള്ളൂ. ഈ ക്യാരക്ടേഴ്സിനെ കുറിച്ച് അവരുടെ ഡയലോഗ് ഇൻട്രാക്ഷൻസിലൂടെ നമുക്ക് മനസ്സിലാകുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, അത്രയും കാര്യങ്ങൾ തന്നെ എനിക്കും അറിയുള്ളൂ. ഞാൻ അത്രേ വെച്ചിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ നിങ്ങളുടെ ഒബ്സർവേഷനിൽ വന്നിരിക്കുന്ന ഫൈൻ ട്യൂൺഡ് ഡീറ്റെയിൽസ് ഒക്കെ ആ ആർട്ടിസ്റ്റുകൾ കൊണ്ടുവന്നിരിക്കുന്ന ബ്രില്യൻസ് ആണ്. 3 പേരുടെ കാര്യത്തിലും എടുത്തെടുത്ത് പറയാവുന്ന സാധനങ്ങൾ. ആക്ച്വലി എല്ലാ ആർട്ടിസ്റ്റിൻ്റെ കാര്യത്തിലും ഉണ്ട്. പർട്ടിക്കുലർലി 3 പേരുടെ കാര്യം പറഞ്ഞുകൊണ്ട് പറയാം. കുട്ടേട്ടൻ്റെ തുടങ്ങാം. കുട്ടേട്ടൻ്റെ ഫസ്റ്റിൽ കുട്ടേട്ടൻ ചെയ്തിരുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടേട്ടൻ ഇങ്ങനൊരു സംതിങ് ലൈക്ക് ഇങ്ങനൊരു മാനറിസം ത്രൂ ഔട്ട് ദ പടത്തിൽ പിടിച്ചിട്ടുണ്ട്. ഇറസ്പെക്റ്റീവ് ഓഫ് ഫ്രെയിമിൽ വന്നാലും ഇല്ലെങ്കിലും, ലോങ് ഷോട്ട് വൈഡ് ഷോട്ടാണ് അല്ലെങ്കിലും ഇത് ഫുൾ ടൈം പുള്ളി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പുള്ളി പ്രയോഗിക്കുന്ന ഒരു ടെക്നിക്ക്. അതൊന്നും നമ്മൾ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ സ്ക്രിപ്റ്റിലുള്ളതോ ഒന്നുമല്ല. അപ്പോൾ അത് പുള്ളിക്ക് ഏതോ രീതിയിൽ ഒരു ക്യാരക്ടർ സ്വിച്ച് ഓൺ ആണ് ആ സംഗതി. അപ്പോൾ അത് ചെയ്യുമ്പോൾ എന്താണ് പുള്ളിയുടെ ഒരു മൈൻഡ് വാണ്ടറിങ് ആണ് എന്നുള്ള രീതിയിലുള്ള ഒരു സംഗതിയായിട്ട് അത് വരുന്നുണ്ട്. അപ്പോൾ കുട്ടേട്ടനായിട്ട് ഇങ്ങനെ നല്ല രസമുള്ള ഡിസ്കഷൻസ് കുട്ടേട്ടനായിട്ട് നടത്താറുണ്ട്. ഡിസ്കഷൻസ് അല്ല, ഒരുപാട് പുള്ളിയുടെ എക്സ്പീരിയൻസ് കാര്യങ്ങൾ ഷെയർ ചെയ്യും. ഞാൻ ഭയങ്കര കൗതുകത്തോടെ ഞാനതിരുന്ന് കേൾക്കും. അപ്പോൾ ആ കൂട്ടത്തിൽ ഇപ്പോൾ പൂക്കാലത്തിൽ ഇതുപോലെ പുള്ളി ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പ്രത്യേക രീതിയിൽ ഒരു സെർട്ടൻ വെർട്ടിബ്രയുടെ ഒരു എണ്ണമൊക്കെ പറഞ്ഞിട്ട് പുള്ളി ടെക്നിക്കലി പറഞ്ഞായിരുന്നു. അവിടുന്ന് എന്തോ ഇങ്ങനെ പിടിച്ച് എന്തൊരു സംതിങ് കേട്ടോ. അത് ഡിഫോൾട്ടായിട്ട് ഫസ്റ്റ് പ്ലേസിൽ തന്നെ അതിന്റെ ബോഡി ലാംഗ്വേജിൽ ആ ക്യാരക്ടറിന് ഒരു മാറ്റം വന്നു. പ്ലാറ്റ്ഫോം സെറ്റായി. അതാ അതുപോലെ ലീല എന്ന് പറയുന്ന സിനിമയിൽ കുട്ടേട്ടൻ ഒരു ടെക്നിക്ക് പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ കുട്ടേട്ടൻ പ്രയോഗിച്ചൊരു ടെക്നിക്കാണ്. അപ്പോൾ ആ കൺസിസ്റ്റൻസിയും കാര്യങ്ങളൊക്കെ പുള്ളി. ഇനി ആസിക്കയുടെ കാര്യത്തിൽ വരികയാണെങ്കിൽ, ആസിക്കയുടെ ആക്ടിങ്ങിൻ്റെ ഇതിലത്തെ ബ്രില്യൻസും എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് തോന്നുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്ക് ഇതിലത്തെ ഓരോ സീനും എനിക്ക് തോന്നിയിട്ടുള്ളതാണ്, പ്രേക്ഷകർക്ക് എങ്ങനെയാണെന്ന് അറിഞ്ഞുള്ളത്. അതായത് ഓരോ സീനും അഭിനയിക്കുമ്പോൾ 2 പടത്തിൽ അഭിനയിക്കുന്ന എഫേർട്ട് വേണം ഓരോ സീനിലും ആസിക്ക് അഭിനയിക്കാൻ. കാരണം ഫസ്റ്റ് ടൈം കാണുന്ന ആൾക്കാർക്കും സെൻസിബിളായിട്ട് തോന്നുന്ന, കൺവിൻസിങ് ആയിട്ട് തോന്നുന്ന രീതിയിൽ വേണം പുള്ളിയുടെ എക്സ്പ്രഷൻസ്. ഇനി ഈ കഥയെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം സെക്കൻഡ് ടൈം കാണുന്ന ആൾക്കാർക്കും അവർക്കും കറക്റ്റായി അതിൻ്റെ ആ പിച്ച് അതിലും കറക്റ്റായിരിക്കണം. ഇപ്പോൾ പലതും നമ്മൾ വേറൊരാളുടെ മുന്നിൽ അയാളുടെ പ്രസൻസ് ഉള്ളതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ആസിക്ക ഒരു പ്രത്യേക രീതിയിൽ റിയാക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ആ റിയാക്ഷൻ്റെ പിച്ച് ഉണ്ടല്ലോ, ആ പിച്ച് സെക്കൻഡ് ടൈം കാണുന്ന ഒരാൾക്കാർക്ക് ഇത് ഇങ്ങനെയൊക്കെയുള്ളതാണെങ്കിൽ ഈ സീനിൽ ഇങ്ങനെ റിയാക്ട് ചെയ്ത് എന്ന് തോന്നാൻ പാടില്ല. അത് ഭയങ്കര സ്ട്രെയിൻ ആയിരിക്കില്ല ശരിക്കും. ഞാനിത് ആസിക്കയുടെ അടുത്ത് പേഴ്സണലി ഡിസ്കസ് ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു ശരിക്കും ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ അവരുടെ മനസ്സിൽ എത്ര സ്ട്രെയിൻ ആയിരുന്നിരിക്കും. സെക്കൻഡ് ടൈം കാണുന്നവർക്ക് ഇത് കറക്റ്റ് ആയിരിക്കുമോ, അങ്ങനെ കൂടെ ചിന്തിക്കണ്ടേ. പിന്നെ ആസിക്കയുടെ മറ്റു കോൺട്രിബ്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞല്ലോ, ഇവരൊക്കെ സ്ക്രിപ്റ്റ് എല്ലാവരും ബൈഹാർട്ടാക്കിയിരുന്നു. പലപ്പോഴും സ്ക്രിപ്റ്റിൽ എന്തെങ്കിലും ഒരു ഡയലോഗ്, ആർട്ടിസ്റ്റ് ഡയലോഗ്സ് പറയുമ്പോൾ ഇംപ്രൊവൈസേഷൻസ് വരും. അപ്പോൾ വാക്കുകൾ മാറും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറും, സംഭവിക്കും, എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ ഏതോ ഒരു സീനിൽ അപർണയുടെ ഒരു ഡയലോഗിന് മറുപടിയായിട്ട് ആസിക്ക പറയുന്ന ഒരു സീനാണ്. ഞാൻ ക്യാമറ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അപർണ എന്തോ ഒരു ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആസിക്ക പറഞ്ഞു കട്ടിയിട എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്തിനാ കട്ട് വിളിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്കറിയില്ല എന്താ കട്ട് സംഭവിച്ചതെന്ന്. അപ്പോൾ അപർണ തന്നെ ആസിക്ക എടുത്ത് പറയുകയാണ്, അപർണ ആ വാക്ക് ഇങ്ങനെ മാറ്റി പറയല്ലേ, കാരണം സെക്കൻഡ് ഹാഫിൽ വരാൻ പോകുന്ന ഇന്ന സീനിൽ ഇതുമായിട്ട് കണക്ഷൻ വരുന്ന ഒരു കോൺവെർസേഷൻ ഉണ്ടല്ലോ. അപ്പം നീ ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതുമായിട്ട് കോൺട്രഡിക്ഷൻ വരും. അപ്പോൾ അത് പറയല്ലേ കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഫുള്ളി ഓക്കെ റെഡി റീടേക്ക്. അപ്പോൾ ഞാനിങ്ങനെ അന്തം വിടുകയാണ്, കാരണം ഇത് എൻ്റെ ശ്രദ്ധപ്പെട്ടിട്ടില്ല.
അപ്പോൾ പുള്ളിയെ ട്രാക്ക് ചെയ്യുന്ന അവരെന്തുമാത്രം ഈ ടെക്സ്റ്റിൽ ലോക്ക് സത്യം സം റാൻഡ് എവിടെയോ കിടക്കണം, അത് ഷൂട്ട് ചെയ്തിട്ട് പോലും ഇല്ല. ഈ പറഞ്ഞ ആസിക്ക പറഞ്ഞ ഈ സെക്കൻഡ് ഹാഫിലത്തെ സീൻ എന്ന് പറയുന്നത് എന്നോ ഇനി ഷൂട്ട് ചെയ്യാതിരിക്കുന്ന സീനിനെ കുറിച്ചാണ് പുള്ളി. അപ്പോൾ പുള്ളി എത്രമാത്രം തറവാണെന്ന് ആലോചിക്കണം. അപ്പം തന്നെ നമുക്കൊരു കോൺഫിഡൻസ് വരും, നമ്മുടെ ശ്രദ്ധ പാളിയാൽ പോലും ഇവരത് ടേക്ക് കെയർ ചെയ്തോളൂ എന്നുള്ളത്. ഇതേപോലെ ആസിക്കയുടെ മറ്റൊരു സിറ്റുവേഷൻ, സിമിലർ സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷോട്ട് എടുത്തു കഴിഞ്ഞു, എന്നിട്ട് ആസിക്ക എൻ്റെ അടുത്ത് വെച്ചു, എടാ ബാഹു ഞാനത് ഈ ഡയലോഗ് ഇങ്ങനെ മാറ്റി പറഞ്ഞാലോ എന്നുള്ളത് ചോദിച്ചു. എന്നിട്ട് പുള്ളി ഒരു ഓപ്ഷൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ആസിക്ക അങ്ങനെ ചെയ്യാലോ എന്ന് പറഞ്ഞു. അപ്പോൾ ആസിക്ക പോയി ചെയ്ത് നമ്മൾ ആ ഷോട്ട് എടുത്തു. എന്നിട്ട് ഞാൻ ക്യാമറ എടുത്ത് തന്നെ വെയിറ്റ് ചെയ്യാണ്. പുള്ളി പോയിട്ട് പ്ലേ ബാക്ക് കണ്ടിട്ട് പുള്ളി വന്നിട്ട് പറഞ്ഞു ഇല്ലടാ അത് വേണ്ട, നമുക്ക് മറ്റേതുപോലെ തന്നെ ചെയ്യാം, കാരണം ഇല്ലെങ്കിൽ 63ാമത്തെ സീനിൽ കോൺട്രഡിക്ഷൻ ആകുമെന്ന് പറഞ്ഞിട്ട് ശരിയാണല്ലേ, ഓക്കെ ഞാൻ ഓക്കെ ആയിരിക്കും, ശരിയാണ് ഓക്കെ നമുക്ക് ചെയ്യാന്നുള്ള രീതിയിൽ എൻ്റെ കയ്യിൽ നിന്ന് പഴയ സാധനമാണ്. അപ്പോൾ പുള്ളിയുടെ ഇതില്ല ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത്. ഇനി അപർണയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അപർണ ഈ പറഞ്ഞ ഷെർലക് ഹോംസ് പരിവേഷമാണ് നമ്മൾ കൊടുക്കണത്, വേറൊരു രീതി അമച്ചർ ഷെർലക് ഹോംസിൻ്റെ പരിപാടികൾ. അപ്പോൾ അവർ ഇതിനകത്തേക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഇന്നസെൻസ്, ഒരു നേവിറ്റി ഉണ്ട്. അവരൊരിക്കലും മറ്റേ മറ്റേ ആൽഫ മെന്റാലിറ്റിയോട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് പോകുന്ന ഷാർപ്പ് കോപ്പ് പരിപാടികളല്ല പിടിച്ചിരിക്കുന്നത്. അത് ആ ക്യാരക്ടറിന്റെ ലൈക്കബിലിറ്റിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ്, ഭയങ്കര കോപ്പറേറ്റിംഗ് ആണല്ലോ എല്ലാത്തിലും, ഭയങ്കര ലൈക്കബിലിറ്റിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ്. അപ്പൊ അത് അവരുടെ സൈഡിൽ നിന്ന് ഉണ്ടായിരുന്ന വലിയൊരു കോൺട്രിബ്യൂഷൻ ആണത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അപ്പുപിള്ളയുടെ റൂമിലേക്ക് അപർണ ടുവേർഡ്സ് എൻഡ് റൂമിലേക്ക് കയറി വരുന്നൊരു രീതിയുണ്ട്. ഞാൻ ആസ് എ പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഗതിയാണ് പറയണേ. അപർണ അതിനോട്ട് നടന്നു ഡിഫോക്കസ്. അപ്പോൾ അപർണ ഇങ്ങനെ കയറുന്ന ഒരു കുട്ടിയുടെ നിഷ്കളങ്കതയോട് കൂടിയാണ് കയറി വരുന്നത്. വണ്ടർലാൻഡ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. അതല്ല നേരെ മറിച്ചിട്ട് ഞാൻ ഇന്നിവിടത്തെ എന്റെ മിഷൻ ഇതാണ് എന്ന് പറഞ്ഞ മറ്റേ ഷാർപ്പ് മോഡിലല്ല വരുന്നത്. അതൊക്കെ ആ ക്യാരക്ടറിന്റെ നെയ്വിറ്റി, ആ സമയത്തുള്ള മുജീബിക്കയുടെ സ്കോറും എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. അപർണയുടെ നിഷ്കളങ്കതയോട് നമുക്ക് ഭയങ്കര താല്പര്യം തോന്നും. അതേപോലെ തന്നെ ടുവേർഡ്സ് എൻ്റെ റിവിലേഷൻ വരുന്ന സമയത്ത് ഉള്ള അപർണയുടെ ചില റിയാക്ഷൻ ഷോട്ടുകൾ എനിക്ക് ഭയങ്കര ഫേവറേറ്റാണ്. അതായത് അതുവരെ ഭയങ്കര ബ്രില്യൻസ് അല്ല നമ്മുടെ ക്യാരക്ടേഴ്സ്. അപർണയുടെ എസ്പെഷ്യലി എന്ന് വെച്ചാൽ അവളുടെ കോമൺ സെൻസ് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അവളുടെ ഇന്റലിജൻസ്, അല്ലാതെ വേറെ മറ്റേ സൂപ്പർ ബ്രില്യൻസ് ഒന്നും അല്ലല്ലോ. അപ്പോൾ അങ്ങനെ സ്വന്തം കോമൺ സെൻസിലും സെൻസിബിലിറ്റിയിലും ഒക്കെ കോൺഫിഡൻ്റ് ആയിരിക്കുന്ന ഒരു കഥാപാത്രം ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ റിവലായി കിട്ടുമ്പോൾ അവരുടെ പോലും കയ്യിൽ നിന്ന് പോയിട്ട് അയ്യോ ഞാൻ ഒന്നുമല്ലല്ലോ എന്ന് പറയുന്ന രീതിയിലുള്ള ഭയങ്കര നെയ്വായിട്ടുള്ള ഒരു റിയാക്ഷൻ, ഭയങ്കര ഇന്നസെൻസ് ആണ് അതിൽ. അതൊക്കെ അതാണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ക്യാരക്ടറൈസേഷൻസ് മിക്കവാറും ഈ ഡീറ്റെയിലുകളൊക്കെ ആർട്ടിസ്റ്റുകൾ അവരുടെ ഡെഡിക്കേഷനിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ്. എഴുത്തിൽ അത് എനിക്കറിയില്ല, ഈ പറഞ്ഞ ബാക്ക് സ്റ്റോറിയുള്ളത് അത് പലപ്പോഴും നമുക്കത് പാരയാവാറുണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരയാവാറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കുട്ടേട്ടൻ ഒക്കെ ഫസ്റ്റ് ഡേ ആ സമയത്ത് അങ്ങനെ കുട്ടേട്ടൻ ഈ ക്യാരക്ടർ എന്താണ്, സിനിമയിൽ ഇല്ലാത്ത കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുമല്ലോ, ഈ ക്യാരക്ടറിന് ഇതെങ്ങനെയായിരുന്നു അതെങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. ഞാൻ പറഞ്ഞു കുട്ടേട്ട സത്യം പറയാൻ എനിക്ക് അറിഞ്ഞൂടാ, ഈ സിനിമയിൽ അപർണയ്ക്കും അജയനും ആ കുട്ടേട്ടനെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ എന്താണോ അത്രയൊക്കെ തന്നെ എനിക്കും അറിയുള്ളൂ. ഇനി പർട്ടിക്കുലർലി നമുക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടായാൽ മാത്രമേ കുട്ടേട്ടന് ഗ്രിപ്പ് കിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ കുട്ടേട്ടന് എന്തെങ്കിലും പർട്ടിക്കുലർ ചോദിച്ചു നമുക്കിപ്പോൾ സംസാരിച്ച് വേണമെങ്കിൽ ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. കുട്ടേട്ടന്റെയും സുമദത്തിന്റെയും ലിങ്കിങ് ബാക്ക് സ്റ്റോറി അത് ഭയങ്കര രസമായിരുന്നു. കാരണം സുമദത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും ഈ പറയുന്ന അപ്പുപിള്ളയുടെ സ്റ്റിഫ്നെസ്സിനെ ജസ്റ്റിഫൈ ചെയ്യാനും ഇവർ ആ ബാക്ക് സ്റ്റോറി ഈ നിലമ്പൂർ കേസും കാര്യങ്ങളൊക്കെ അത് ഭയങ്കര നല്ലതായിരുന്നു. അത് ആക്ച്വലി ഫസ്റ്റ് ഇതിൽ തന്നെ ഉണ്ടായിരുന്നോ? അതൊക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഡ്രാഫ്റ്റിൽ തന്നെ എഴുതിപ്പോയ ഡയലോഗുകളുടെ കൂട്ടത്തിലുള്ള അവിടെയൊക്കെ പരിണാമത്തിന്റെ ഒരു ഇൻസ്പിറേഷൻ എവിടെയെങ്കിലും, പരിണാമത്തിൽ അങ്ങനൊരു സംഗതി ഇല്ല, പക്ഷെ പരിണാമത്തിൽ ഈ 70s നക്സൽ കാലഘട്ടത്തിനെ കുറിച്ചുള്ള ഒരു ടൈം പീരീഡ് മെൻഷനിങ് കാര്യങ്ങളൊക്കെ പരിണാമത്തിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ എവിടെ മനസ്സിലൊക്കെ അവിടെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് മെൻഷൻ ചെയ്ത ഡയലോഗ്സ് ആയിരിക്കും അതെന്ന് വിചാരിക്കണം. ലാസ്റ്റ് പോർഷനില് പ്രത്യേകിച്ച് ക്ലൈമാക്സ് പോർഷനില് അവിടെ സിനിമ പെട്ടെന്ന് ഭയങ്കര സിനിമാറ്റിക് ആവുന്നുണ്ടല്ലോ ആ മൊമെന്റില്. സ്കോർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, എഡിറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് ആ ഇന്റർ കട്ട്സ് നമ്മൾ തുടക്കം മുതൽ കണ്ടുവരുന്ന ഒരു ആക്ടിവിറ്റീനെ, നമ്മളെല്ലാം ഹുക്കായിക്കുന്ന ഒരു ആക്ടിവിറ്റീനെ അതിന്റെ ഏറ്റവും എക്സ്ട്രീം വേർഷനിൽ ഇന്റർ കട്ടില് പല ആംഗിളില് പല ലൈറ്റപ്പിൽ ഇത് കാണിക്കുകയാണ്. നമുക്കിത് അറിയാം, നമ്മൾ ഭയങ്കര ഈ പറഞ്ഞ ഗൂസ് ബംസ് മൊമെന്റ് ഒക്കെ പോലെ ഹാപ്പി ആവുന്നുണ്ട്, സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ട്. എഴുത്തിൽ ഈ ഇന്റർ കട്ട്സ് പോർഷൻസ് അത് കൃത്യമായിട്ട് മെൻഷൻ ആയിരുന്നു.
ബാഹുൽ കാണുന്ന ഫസ്റ്റ് ഈ പറഞ്ഞ സീൻ അല്ലെങ്കിൽ അതിന്റെ ഒരു വിഷ്വലില് ഇങ്ങനെ തന്നെയായിരുന്നു അത്? ഉണ്ടായിരുന്നു. ഒരു സ്ഥലത്ത് മാത്രം ഉണ്ടായിരുന്നില്ല. അതായത് അജയൻ ആസിക്ക് ചെയ്യുന്ന ക്യാരക്ടർ അച്ഛനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറയുന്ന ബെഡ്റൂമിലുള്ള സീക്വൻസ് ഉണ്ട്. അവിടെയുള്ള ഇൻഡർകട്ട്സ് ഇല്ലേ, ആ ഇൻഡർകട്ട്സ് നമ്മൾ എഡിറ്റ് ടേബിൾ നമ്മൾ ഡിസൈഡ് ചെയ്തതാണ്. കാരണം ഇല്ലെങ്കിൽ അത് ഒരു സിറ്റ് ആൻഡ് ടോക്ക് പോലെ കുറേ നേരം ലെങ്തി ഡിസ്കഷൻ ആയി പോകും എന്നുള്ളത് കൊണ്ട് നമ്മളത് അവിടെ വെച്ച് നമുക്ക് ഇവിടെയും കൂടെ നമുക്ക് കട്ടിട്ടിട്ട് പോകാം. അപ്പോൾ നമുക്കൊരു മൊണ്ടാഷ് സ്വഭാവവും കിട്ടും. ഇവിടെ തൊട്ടേ നമുക്ക് ഒരു മൊണ്ടാഷ് സ്കോർ പരിപാടികൾ തുടങ്ങാം. സിറ്റ് ആൻഡ് ടോക്ക് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ മ്യൂസിക്കലാക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ മ്യൂസിക്കലാക്കാൻ വേണ്ടിയിട്ട് അവിടെ മാത്രം നമ്മൾ എഡിറ്റ് സ്റ്റേജിൽ ഡിസൈഡ് ചെയ്തതാണ്. പിന്നെ അതിന് ശേഷമുള്ള കട്ട്സ് കാര്യങ്ങളുണ്ടല്ലോ, ഈ പറഞ്ഞ പല ലൈറ്റപ്പുകളിൽ പല മൊണ്ടാഷുകൾ വരുന്നത്, അത് എഴുത്തിലുണ്ടായിരുന്നു. പല ദിവസങ്ങളിലായിട്ടുള്ള പല സൈക്കിളുകൾ എന്നുള്ളത് അത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്രയും വലിയ വിജയമായിരിക്കുന്നു കിഷ്കിന്ദ കാരണം ആളുകളുടെ പ്രൈസിങ് വരുന്നു. ഈ പോയിന്റിൽ ബാഹുലിന്റെ ഒരു പേഴ്സണൽ ടേക്ക് അവേ എന്താണ്? എൻ്റെ കിഷ്കിന്ദ കാണുന്ന മൊമെന്റ് എന്തായിരിക്കും ബാഹുലിന്റെ? അല്ല, ഭയങ്കര ഹാപ്പി അല്ലേ. കാരണം ആദ്യമായിട്ട് ഒരു പരിപാടിക്ക് ഇറങ്ങി, നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ, ആദ്യമായിട്ട് ഒരു പരിപാടിക്ക് ഇറങ്ങുമ്പോൾ അത് സ്വീകരിക്കപ്പെടണമെന്നോ അല്ലെങ്കിൽ ഇനി ഭയങ്കരമായിട്ട് സ്വീകരിക്കപ്പെട്ടില്ലെങ്കിൽ പോലും തകർത്ത് കളയുന്ന രീതിയിലുള്ളൊരു നിരുത്സാഹപ്പെടുത്തലിൽ വരരുത്. പ്രോത്സാഹനം ചെറിയ രീതിയിലെങ്കിലും ഉണ്ടാവണം. കുഴപ്പമില്ല, ഇനി ചെയ്യുമ്പോൾ നന്നായിട്ട് ചെയ്യും, അങ്ങനെ ഒരു പാറ്റെങ്കിലും കിട്ടും എന്നുള്ള രീതിയിൽ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ ഒരു തുടക്കക്കാരൻ എന്നുള്ള രീതിയിൽ ഇപ്പോൾ കിട്ടുന്നത് വലിയ അപ്രിസിയേഷൻസ് ആണ്. ഇനി അങ്ങോട്ട് മുന്നോട്ട് എന്തെങ്കിലും ശ്രമങ്ങൾ നടത്താനൊക്കെ ഉള്ള ഒരു പുഷാണല്ലോ. അത് എന്തായാലും നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞ് കൂടെ വെക്കുന്ന എല്ലാവരോടും വലിയ നന്ദിയുണ്ട്. എഴുത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടി എഴുതിയ സീൻ ഏതായിരിക്കും? സമയം കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നൊരു സീക്വൻസ്? ബുദ്ധിമുട്ടി എഴുതിയിട്ടുള്ള സീൻ അങ്ങനെ ബുദ്ധിമുട്ടുകളായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ എവിടെയെങ്കിലും ഇപ്പോൾ സപ്പോസ് എവിടെയെങ്കിലും വരുന്നു കഴിയുമ്പോൾ അടുത്ത എന്താണെന്ന് കിട്ടുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ സ്ട്രെസ് ചെയ്യില്ല. അപ്പം ഒന്ന് വെറുതെ നിർത്തിയിട്ട് ചിലപ്പോൾ വല്ല സിനിമ ഇട്ട് കാണുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുക്ക് എടുത്തിട്ട് വായിക്കുകയോ ചെയ്യും. എന്നിട്ട് ഇതിനെക്കുറിച്ചൊന്നും ആലോചിക്കില്ല. എന്നിട്ട് ദെൻ കം ബാക്ക് വന്നിട്ട് അതിന് മുന്നിലുള്ള ഒരു 4-5 സീൻ വായിച്ചു നോക്കും. എന്നിട്ട് അപ്പം തോന്നുന്നു എന്താണോ അതങ്ങ് എഴുതി വെക്കും. അത് പിന്നെ തിരുത്തലുകളൊക്കെ പിന്നീട് വരുത്താം എന്നുള്ള രീതിയിൽ ചെയ്യുമായിരുന്നു. പിന്നെ ആസ്വദിച്ചെഴുതുന്ന ഒരു സീൻ അമൃതലാലിന്റെ സീനായിരുന്നു. ഏറ്റവും എൻജോയ് ചെയ്തൊരു സീൻ. ആ ഒരു ചെസ് കളിയുടെ പരിപാടി എനിക്ക് ഭയങ്കര ഫൺ. എഴുതുമ്പോൾ ഞാൻ ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു. പ്രഷർക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ കാരണം വെച്ചാൽ എനിക്ക് ആ സീനിന്റെ കൾമിനേഷൻ എന്താണെന്നുള്ളത് എനിക്കും അറിയില്ല. ഈ സീൻ എങ്ങനെയാണ് ലാൻഡ് ചെയ്യാൻ പോകുന്നത്, ഇവർ തമ്മിൽ ഗിവ് ആൻഡ് ടേക്ക് എന്താണെന്നുള്ളത് എനിക്കറിയില്ല. ഒരാൾ പറയാൻ പോകുന്ന ഡയലോഗ് എന്താണെന്നുള്ളത് ആ എഴുതി കഴിഞ്ഞാലേ അറിയുള്ളൂ. അപ്പോൾ അത് എഴുതി കഴിയുമ്പോഴാണ് എന്നാൽ പിന്നെ മറ്റയാളെ കൊണ്ട് ഇങ്ങനെ പറയിക്കാം, അപ്പോൾ എന്നാൽ പിന്നെ മറ്റയാളെ കൊണ്ട് ഇങ്ങനെ പറയും. അങ്ങനെ ഒരു തർക്കുത്തരം ഉരുളക്കുപ്പേരി ലൈനിൽ ആ സീക്വൻസ് കൊണ്ടുപോകാന്നുള്ളത് അതിന് മുന്നേ അങ്ങനെ അതൊക്കെ ഭയങ്കര എൻജോയ് ചെയ്തിട്ടുള്ള സാധനമായിരുന്നു. അതുപോലെ തന്നെ ഈ ഉരുളക്കുപ്പേരി പരിപാടിയിൽ അപ്പുപിള്ള മറ്റേ ഹോസ്പിറ്റലിൽ പോയിട്ട് ലേഡി സ്റ്റാഫിന്റെ കൗണ്ടർ ഡയലോഗ്സ് ഈ പറഞ്ഞ ആസ്വദിച്ച് എഴുതിയൊരു ഫണ്ണായിരുന്നു. അപ്പോൾ അത് ഞാൻ നോക്കണോ മറ്റേ അടിച്ച വടിയുമേ ചൊറയാന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കണ്ണൂരൊക്കെ ഒരു ചൊല്ലുണ്ട് എന്ന് പറഞ്ഞ പോലെ അതിനു വേണ്ടി ഞാൻ ഒരു മൂഡ് പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മേഘം സിനിമയിലെത്ത മമ്മൂക്കയുടെ കുറച്ച് സീക്വൻസുകളുണ്ട് സീനിയേട്ടനും തമ്മിലുള്ളത് കൊണ്ട് അതുണ്ട്. ഇവിടെ പട്ടിയും പൂച്ചയൊന്നും കാണില്ല അതുണ്ട്. എസ്പെഷ്യലി അതില് മമ്മൂക്ക മറ്റേ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ ഹീറോയിൻ പിന്നാലെ വരും. അപ്പോൾ തുമ്മിട്ട് തുപ്പ അപ്പോൾ ഇങ്ങ് വാടി ഇവിടെ എന്താണ് അച്ചമ്മ പറഞ്ഞു എന്നെ പിന്നാലെ നിരക്കാൻ. അല്ല അച്ചമ്മ പറഞ്ഞു മാപ്പ്. അച്ചമ്മ എൻ്റെ അടുത്ത് മാപ്പ് പറഞ്ഞു. എന്ത് പിണ്ണാക്കിന് തലയ്ക്കുള്ള അസുഖം അല്ല പിന്നാലെ വരാൻ തലയ്ക്കുള്ള അസുഖം ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടേ എന്ത് പറഞ്ഞാലും നമുക്ക് വിട്ടുകൊടുക്കണില്ല. അപ്പൊ ആ ഒരു പ്ലേ പോലെയൊന്നും നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇത് എഴുതുന്നതിന് മുന്നേ ഞാൻ ആ സീന് വെറുതെ എടുത്തിരുന്ന് കാണാറുണ്ടായിരുന്നു. നമ്മളെ റിഫ്രഷ് ചെയ്യുന്ന പോലെയാണല്ലോ. ഫേവറേറ്റ് ജോണർ എന്തായിരിക്കും? ത്രില്ലേഴ്സ് തന്നെയാണോ? ത്രില്ലർ തന്നെയാണ്. പക്ഷെ ത്രില്ലറിന്റെ ടെംപ്ലേറ്റുകൾ അല്ലാതെയുള്ള എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഒരു നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്കൽറ്റീസ് ഉണ്ടല്ലോ, പോലീസ്, CID, CBI, ഫോറൻസിക്, അങ്ങനെയുള്ള പല ഇതുണ്ടോ, സീരിയൽ കില്ലിങ്, സൈക്കോ മർഡർ, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടല്ലോ. ആ ടെംപ്ലേറ്റുകൾ വരാത്ത ത്രില്ലറിൻ്റെ വേറെ എന്തെങ്കിലും ഒരു ഐറ്ററേഷൻ എന്നുള്ള രീതിയിൽ. ഇപ്പോൾ ട്രാഫിക് ഗംഭീര ത്രില്ലറല്ലേ, പക്ഷെ അതൊരിക്കലും ഈ പറഞ്ഞ ടെംപ്ലേറ്റ് സാധനങ്ങളുള്ളതല്ലല്ലോ. എനിക്ക് ഭയങ്കര ഒത്തിരി പേരെ ഇൻസ്പയർ ആയിട്ടുള്ള പടമാണ് ട്രാഫിക്. എനിക്കും അതെ, ഞാൻ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ആയിട്ടുള്ള പടമായിരുന്നു. അപ്പോൾ ആ രീതിയിലുള്ള ഐറ്ററേഷൻസ് ട്രൈ ചെയ്യണമെന്നുണ്ട്. അതുപോലെ എനിക്ക് എന്താ പറയുക, ഇപ്പോൾ ഈ പറഞ്ഞ പലർക്കും അറിയുമെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ കേരള ക്രൈം ഫയൽ സീസൺ 2 റൈറ്റർ കൂടിയാന്നുള്ള കാര്യം പലർക്കും അറിയത്തില്ല. അത് ശരിക്കും എങ്ങനെയാണ് അതിലോട്ട് എത്തുന്നത്? അതൊരു ഓൾറെഡി വന്ന എസ്റ്റാബ്ലിഷ് സീസണിന്റെ നെക്സ്റ്റ് വേർഷൻ ആണല്ലോ, എക്സ്റ്റൻഡഡ് വേർഷൻ ആണല്ലോ വരുന്നത്. അവിടെ പുതിയ ഫ്രഷ് സ്റ്റാർട്ടാന്ന് അറിയാം. എങ്ങനെയാണ് അതിന്റെ പാർട്ടാവുന്നത്? അത് അഹമ്മദ് കേട്ട് ആ ടീമിലെ എല്ലാവരും അതിലത്തെ DOP സ്റ്റാൻസ് എൻ്റെ സീനിയർ ആയിരുന്നു കോളേജിൽ, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ.
അപ്പോൾ പുള്ളിയായിട്ട് നല്ല സൗഹൃദമുണ്ട്. പിന്നെ ആ ടീമിൽ എല്ലാവരും ഫ്രണ്ട്സാണ്. അഹമ്മദ്ക്കായിട്ടും വലിയ ഫ്രണ്ട്ഷിപ്പുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ കിഷ്കിന്ധാകാന്ഡത്തിൻ്റെ ഷൂട്ട് കഴിയുന്ന ദിവസമാണ് അഹമ്മദ്ക്ക എന്നെ വിളിക്കുന്നത്. അപ്പോൾ ചേട്ടാ ഇതിൻ്റെ സെക്കൻഡ് സീസൺ ഓണായിട്ടുണ്ട്, നീ ഇൻട്രസ്റ്റഡ് ആണോ, നമുക്ക് ചെയ്താലോ എന്നുള്ളത് ചോദിച്ചു. ഞാൻ പറഞ്ഞു അഹമ്മദ്ക്ക ഓക്കെ എന്ന്, നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യാൻ ഞാൻ ചങ്ക് പറിച്ച് തരില്ല, ഞാൻ എന്തിനും കൂടെ ഉണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അങ്ങനെ വരുമായിരുന്നു. അതാണ് അതിൻ്റെ പരിപാടി. അതിൽ ഈ പറഞ്ഞ പോലെ പുതിയൊരു സ്റ്റൈല് ടെംപ്ലേറ്റ് ബ്രേക്കിംഗ് ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. പ്രഷർ കണ്ടിട്ട് തീരുമാനിക്കട്ടെ. കാരണം അത് ഈ പറഞ്ഞൊരു ഉറപ്പായിട്ട് അത് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഫ്രാഞ്ചൈസിയാണ്. പോലീസിങ് ഉണ്ട് ഇതിൽ. നമ്മൾ വരരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു സാധനം ഉറപ്പായിട്ട് അതിൽ പോലീസിങ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് തന്നെ വേറെ എന്ത് അതിലേക്ക് ട്രൈ ചെയ്യാന്നുള്ളത് ഒന്ന് ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. ഇറങ്ങുമ്പോൾ നോക്കാം നമുക്ക്. ഇപ്പൊ ഒരു റൈറ്റർ DOP മുന്നിലേക്കുന്നുണ്ട്. അവസാനമായിട്ട് കൺക്ലൂഡ് ചോദിക്കുവാണ്, ബാഹുലിന്റെ ഈ പറഞ്ഞ ഒരുപാട് എന്തായാലും പെർട്ടിക്കുലർ സാധനം പിക്ക് ചെയ്യാൻ പറ്റുന്ന എനിക്ക് അറിയത്തില്ല, ബട്ട് സ്റ്റിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു കൈൻഡ് ഓഫ് നമുക്ക് നമ്മളുടെ ഈ പറഞ്ഞ ആർട്ട് ഫോമിൽ കുറച്ചും കൂടെ ഇമ്പാക്ട്ഫുൾ ആയി തോന്നുന്ന തരത്തിലൊക്കെയുള്ള ഒരു പേഴ്സണൽ സീൻ പിക്ക് ചെയ്യാൻ പറഞ്ഞാൽ, പേഴ്സണൽ സിനിമ പിക്ക് ചെയ്യാൻ പറഞ്ഞാൽ അങ്ങനെ ഒരു പെർട്ടിക്കുലർ സീനോ സിനിമ അങ്ങനെ ഉണ്ടോ? അതുകൊണ്ട് എനി ലാംഗ്വേജ് പ്രസ്റ്റീജ് പ്രസ്റ്റീജിന്റെ ഡൈഹാർഡ് ഫാനാണ്. ഒരു എത്ര തവണ കണ്ടു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ലിറ്ററലി. പ്രസ്റ്റീജ് പിന്നെ ഇൻട്രസ്റ്റലാർ ഭയങ്കര ഫേവറേറ്റ് ആണ്. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാവിധ ആശംസകളും കിഷ്കിന്ധാകാന്ഡത്തിന്റെ ഇനിയുള്ള ജേണിയിലും വരാൻ പോകുന്ന കേരള ക്രൈം ഫയൽസിനും മറ്റു സിനിമകൾക്കും എല്ലാ അടിപൊളിയാട്ടെ. താങ്ക് യു ബ്രോ.